ഷമായിലിൽ വാരിദായ ഹദീസിൻ്റെ കൂട്ടത്തിൽ എല്ലാം ഒതുക്കി എത്ര നീണ്ട ഹദീസ് പറയില്ല എന്നാണ് പറയുന്നത്. മറ്റെല്ലാം ഓരോ ഭാഗം കഷ്ടെടുത്തിട്ട് പറയും. ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി. എല്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ടെല്ലാം. അല്ലെങ്കിൽ ഷമായിലെ മാത്രമുള്ള 7 മുജല്ലതുണ്ട്, 12 മുജല്ലതുണ്ട്. അപ്പോൾ ഒരു ഹദീസ് എടുക്കാനാവില്ലല്ല. വന്ന വാരിദായ കൂട്ടത്തിൽ ഏറ്റവും. പിന്നെ മൊത്തത്തിലൊരു ഉസൂല് പറയുന്നുണ്ട്, ഇത് ഭാഷാർത്ഥം വെച്ച് കൊണ്ടെന്താവില്ല, തങ്ങളെ ഹദറത്തിനോട് യോജിക്കുന്നത് ഒരിക്കലും ആവില്ല. യോജിക്കുന്നതാകണമെങ്കിൽ അതിന് ഇബാറത്തില്ല, അതൊരു ലൗക്ക് മാത്രമാണ്, ലൗക്കും ഏറ്റുക്കാതും. അപ്പൊ പരമാവധി എന്താക്കും, അറബി ഇബാറത്തിടും. അപ്പൊ ഇബാറത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഇബാറത്തിൽ നിന്ന് തിരിയുന്നത് മാത്രമേ ആടുള്ളൂ എന്ന് വിചാരിക്കാൻ പാടില്ല. അത് 30 നിമിഷത്ത് ഉണർത്തുന്നുണ്ട്. മാത്രമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിലാണ്, അള്ളാഹു താല കോടിക്കണക്കിന് ആളെ പടച്ച സൃഷ്ടികളെ കൂട്ടത്തിലാണ് ഏറ്റവും അക്മലായിട്ട് പടച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അക്മലിയത്തിൽ തന്നെ ചുമത്തണം. രണ്ടാമത്തെ കാര്യം. പിന്നെ എന്ത് കാര്യം പറയുമ്പോഴും ഇഫ്റാത്ത് തഫ്രീത്തിന്റെ ഇടയിൽ നടുവിലായി ഉണ്ടാകുക എന്നത് മനസ്സിലാക്കണം. ഓരോ ഉസൂലുകളുണ്ടല്ല. ഒരു വിഷയം പറഞ്ഞാൽ അത് അമിതമായിട്ട് മുടക്കാനുമില്ല, കുറഞ്ഞിട്ട് മുടക്കാനുമില്ല, എല്ലാം മുഴത്തതിൽ ഇസ്തിഖാമ. ഒരു രേഖൻ്റെ മേലെ ഒരു രേഖ നിന്നാൽ എല്ലാ ഡിഗ്രിയും ഒരുപോലെ ആകലെ എപ്പോൾ 90 ഡിഗ്രി ആകുമ്പോഴാണ്. അല്ലെങ്കിൽ അല്പം ചെറിഞ്ഞാൽ എന്താക്കും, ഒന്നെക്കിയിട്ടും ഒന്നോ ഒപ്റ്റൂസും ഉണ്ടാവും. മുസ്തഖീമല്ല, ചെറുങ്ങനെ ചെറിഞ്ഞാൽ മതി. അപ്പം ഇത് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് കഴിവനുസരിച്ച് പറഞ്ഞൊപ്പിക്കാനേ കഴിയുള്ളൂ. എന്തെങ്കിലും പറ്റിയതിന് ഇഷ്ടപ്പാടുന്നില്ല, മാപ്പപേക്ഷിക്കല്, വേറൊന്നും ഒരു രക്ഷയുമില്ല. അത് മൂപ്പര് ലാസ്റ്റ് ദുആയിൽ പറയുന്നു. തങ്ങളുടെ ഹദ്റത്തിലേക്ക് ചേർത്ത് പറയുമ്പോൾ എന്തെങ്കിലും ഉസൂൽ അദബ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇസ്തിഗ്ഫാർ ചെല്ലുന്നു എന്ന് പറഞ്ഞിട്ട് അത് മൂപ്പര് സമാപിക്കുന്നു. പക്ഷെ നമ്മൾ ഒഴിച്ചിടാൻ പാടില്ലല്ല. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. جوامع من أوصافه الكريمة صلى الله عليه وآله وسلم. തങ്ങളുടെ മഹത്തരമായ ഔസാഫിനെ ഏതാണ്ട് സംഘടിപ്പിച്ച് ഒരുമിച്ച് കൂട്ടിയതായി പറഞ്ഞു വരുന്നു. ചിലതെന്താക്കും ഒറ്റ എടുത്തിട്ട് പറഞ്ഞു. ഇതല്ല എന്താണ് അൽ മുസ്തമലത്തി അലാ മഹാസിനി ഖൽഖിഹി. ഖൽഖിലാണ് ഹിസ്സി, നോക്കിയാൽ കാണപ്പെടുന്നത്. കമാലി ഖുലുഖിഹി എന്ന് പറഞ്ഞത് ഖുലുഖ് ബാത്തിനിയാണ്, പക്ഷെ ഖുലുഖിന്റെ ലക്ഷണങ്ങൾ കാണും. വആദാബിഹിൽ ഖാസ്സത്തി വൽ ആമ്മത്തി, അതും പറയും. ഇന്ന മിൻ അജ്മഇൽ അഹാദീസിൽ വാരിദത്തി ഫീ ബയാനി ഔസാഫിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഔസാഫിനെ വ്യാഖ്യാനിക്കുന്ന വാരിദായ ഹദീസുകളുടെ കൂട്ടത്തിൽ ഇത് എങ്ങനത്തെ ഒരുമിച്ചുവിടുന്ന അൽ ഖൽഖിയ്യത്തി വൽ ഖുലുഖിയ്യത്തി, രണ്ടും അതിൽ പെട്ടതാണ്. അതുപോലെ വമാ യതഅല്ലഖു ബി ആദാബിഹിൽ ഖാസ്സത്തി വൽ ആമ്മ, ഖാസായ ആദാബുകളുണ്ട്, ആമായ ആദാബുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ടതും. അതുപോലെ വമിൻ ഔലഹി തിൽക്കൽ അഹാദീസ്, ആ ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വ്യക്തമായത്. കാരണം ചില ഗരീബായ അൽഫാദുകളെ കൊണ്ടെന്താകും ഷറഹ് ചെയ്യാൻ വളരെ വിഷമിക്കുന്നുണ്ടാവും. അതുകൊണ്ടെന്താകും ഷാരിഹ്യങ്ങളുടെ ഇടയിൽ ഒരുപാട് ഇഖ്തിലാഫും വന്നു. അങ്ങനെയാണ് കീലൻ്റെ ചങ്ങല തന്നെ. അപ്പോൾ ഇവിടെ ഔലഹയെ മൂപ്പറെടുത്ത് നോക്കുന്നുള്ളൂ. അൽ മുഅരിബത്തി അൻ ശമാഇലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ശമാഇലിനെ തൊട്ട് നമുക്ക് അറിയിച്ചു തരുന്ന ഏറ്റവും ഔലഹായ ഹദീസ്.
അതെന്തിനാ അതെടുക്കുന്നത്? ഹദീസു ഹിന്ദ് ബിൻ അബീ ഹാല റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഹാല? ഖദീജ ബീബിന് ആദ്യം കെട്ടിയ ഭർത്താവാണ് ആര്? അബൂ ഹാല. അതിൽ മക്കളുണ്ടല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. അപ്പൊ ആദ്യത്തെ ഒരു മകനാണ് ഇത് ഹിന്ദ്. അപ്പൊ ആരായും ഫാത്തിമ ബീബിന്റെ സഹോദരനാകും. ഇത് ഉമ്മാത്തത് ഹിന്ദിന്റെ ഉമ്മയും ഖദീജ. അപ്പൊ ഈ ഹദീസ് എടുത്തു നോക്കുന്നുണ്ടെന്ന് മറ്റുള്ള ആരേക്കാളും തുടക്കത്തിലേ ഒന്നിച്ചു കൂടിയ ആളായതിന്റെ പേരിൽ വിശാലമായിട്ട് അറിയാൻ കഴിയും. മറ്റുള്ളവർ ഒരു നോട്ടം കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ബാഹ്യമായ കൂടലുണ്ടാകും. അപ്പൊ കൃത്യമായി പറയാൻ കഴിയൂല. വീട്ടിൽ തന്നെ മടിത്തട്ടിൽ നിന്ന് പോറ്റുമോന്റെ മതിയായില്ലേ? അതാണ് ഹദീസു ഹിന്ദ് ബിൻ അബീ ഹാല. റവൽ ഇമാം തിർമിദി അനിൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു. ആരാണ് ഹസൻ? അലിയാർ തങ്ങളെ മകന്, ഫാത്തിമ ബീബിന്റെ മോന്. അന്നഹു ഖാല, അവർ പറഞ്ഞു, സഅൽതു ഖാലി, എൻ്റെ ഖാലിനോട് ചോദിച്ചു. ഖാലി എന്ന് പറഞ്ഞാൽ കാരണൂർ. ആരാ കാരണൂർ? ഹിന്ദ്. അതല്ലേ പറഞ്ഞ ഫാത്തിമ ബീബിയുടെ ആങ്ങള ഹിന്ദ് കാരണൂറായില്ലേ? ഇബ്ൻ അബീ ഹാല. വക്കാന, അവർ ആരായിരുന്നു എന്താ ചോദിക്കാൻ കാരണം അറിയുന്നു. വസ്സാഫൻ, തങ്ങളെ പറ്റി നല്ല പോലെ പറഞ്ഞു തരാൻ കഴിയുന്ന ആളായിരുന്നു. അത് തന്നെയാണ് ഈ ഹദീസിന് മുൻഗണന വന്നത്. വസ്സാഫൻ. അപ്പോ സഅൽതുന്റെ താലൂക്കടുത്തേക്ക് അൻ ഹില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ബാഹ്യമായ സമയങ്ങളെ കുറിച്ചിട്ട്. സമയം എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ച സമയമല്ല, അത് തങ്ങളുടെ മൊത്തത്തിൽ ശമായിൽ എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങി. അപ്പൊ വസ്സാഫിന്റെ ബാക്കിയല്ല അത്. സഅൽതു അൻ ഹില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ഹില്ലത്തിനെ തൊട്ടിട്ട് എന്താക്കി എൻ്റെ കാരണവരോട് ചോദിച്ചു. വാന അഷ്തഹി, ഞാൻ ആഗ്രഹിച്ചു, അൻ യസിഫലി, ഇക്കാക്ക് എന്താക്കണം, കാരണവർ എനിക്ക് വ്യാഖ്യാനിച്ചു തരണം. മിൻഹ, അതിൽ നിന്ന് ശൈഅൻ, എന്തെങ്കിലും പറഞ്ഞു തരട്ടെ. എല്ലാം പറയാൻ കഴിഞ്ഞോളന്നില്ല. അതിന് ആ തഅല്ലഖു ബിഹി, എനിക്ക് മുറുകെ പിടിക്കാനാണ്. അല്ലേ? ഖാലൽ ഉലമാ പറയുന്നു, വൈന്നമാ ഖാലൽ ഹസനു റളിയല്ലാഹു അൻഹു ദാലിക്, ഹസൻ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞെന്താ? ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ വഹുവ സഗീറു സിന്നി. ഹസൻ റളിയല്ലാഹു അൻഹുവിന് ചെറിയ പ്രായത്തിലാണ് തങ്ങൾ വഫാത്തായത്. അപ്പം വേണ്ടതുപോലെ കൃത്യമായി കിട്ടാൻ കഴിഞ്ഞിട്ടില്ല ഉപ്പാപ്പ. ഫഅറാദ അൻ യസ്തഈദ ഇലാ ദാകിറതിഹി, അപ്പം മൂപ്പയുടെ ഓർമ്മയിലേക്ക് മടക്കിയെടുക്കണം. പഴയകാലത്ത് കണ്ട് ചെറിയൊരു ഓർമ്മക്കും പുറമെ എന്താണ് തിൽക്കൽ ഔസാഫൽ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഔസാഫ് എന്താക്കണം ഒന്നും കൂടി പറഞ്ഞു തന്നാൽ നല്ല ഓർമ്മയിൽ നിൽക്കും. വയജ്അലഹാ മഹ്ഫൂളതൻ ഫീ ഖസാനത്തി ഖൽബിഹി, കൽബാകുന്ന ഖസാനയിൽ അതിനെന്താക്കണം, കാത്തു സൂക്ഷിച്ച് ഫീഡ് ചെയ്ത് വെക്കണം. അത് വലൗഹി ഖയാലി, ഖയാൽ അറിയാലോ, പണ്ട് എത്രയോ കേട്ട് പഠിച്ചതാണ്, ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് എന്താക്കിയത്, കാരണവരോട് തന്നെ ചോദിച്ചത്. കാരണവരാണ് അത് പറയാൻ പറ്റിയ ആളോ, തങ്ങളെ കൂടെ തന്നെ വളർന്ന ആളല്ലേ, ഖദീജ ബീബിന്റെ മോനാന്നല്ലോ. അപ്പൊ തങ്ങളെ റബീബായി. അപ്പൊ ഫഖാല, അപ്പൊ ഇക്കാക്ക പറഞ്ഞു, സനത് നോക്കണേ, ഇനെന്താക്കണം, ഹസനി ഹുസൈനിലേക്ക് മാറുന്നുണ്ട്. ഒറ്റപ്പളം ചേട്ടനിമാറാന്നല്ലോ. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖമൻ, അത് മൊത്തത്തിലൊരു കുല്ലിയായ വർത്തലാണ്. ഫഖ്മൻ എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളിൽ ഒരാൾ ഒരുമിച്ച് കൂടണമോ അതെല്ലാം ഒരുമിച്ച് കൂടി. അതായത് ഒരാളെ എന്ത് വിഷയത്തിൽ ആദരിക്കും, ആദരിക്കപ്പെടാനുള്ള പല കാരണങ്ങളുമില്ലേ. അപ്പൊ എന്തെല്ലാം വിഷയങ്ങളിൽ ആദരിക്കപ്പെടാമോ അതെല്ലാം കൂടി സമ്മേളിച്ച ആളാകുന്നു എന്ന് ഒറ്റ വാക്കിൽ ഒതുക്കിയതാ പറഞ്ഞു. അതിൽ ചില്ലർ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്ത് വകയിൽ ഫഹമായി അത് കിട്ടും.
അതുകൊണ്ടാണ് എന്താ പറയുക അജ്മഇൽ അഹാദീസ് എന്ന് പറഞ്ഞത്. എന്നിട്ടോ ഫഹ്മാദിന്റെ പുറമെ മുഫഹമൻ എല്ലാവരാലും ആദരിക്കപ്പെടുകയും ചെയ്യും. അതാണ് എന്ത് അലീമം ഫീ നഫ്സിഹി എന്നതിൻ്റെ അർത്ഥം ഫഹ്മന്റെ വേന. അപ്പൊ ഇൽമു കൊണ്ട്, സ്വഭാവങ്ങളെ കൊണ്ട്, അക്കലിനെ കൊണ്ട്, അഭിപ്രായങ്ങളെ കൊണ്ട് പല ആദരിക്കപ്പെടുന്ന ആളുണ്ടാവും. മറ്റൊരു വിഷയത്തിൽ ആദരിക്കപ്പെട്ടോളുന്നില്ല, ഇതെല്ലാ വിഷയത്തിലും. അപ്പോ അലീമൻ ഫീ നഫ്സിഹിന്റെ എന്തിന്റെ വേനയാണ്? ഫഹ്മൻ എന്നതിന്റെ വേനയാണ്. മുഅല്ലമൻ ഫി സുദൂരി വൽ ഉയൂനി ഇൻദ കുല്ലി മൻ റആഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ആര് കാണുന്നുവോ അവരെ കണ്ണിലും അവരുടെ മനസ്സിലും ആദരവുകൊണ്ട് നടക്കപ്പെടുകയും ചെയ്യുന്നു. അതിന് ചോദിക്കാം, അബൂജഹലിന്റെ കൽബില്ലല്ല. മൃഗത്തിനെ കാണാൻ കഷ്ടമായാൽ അബൂജഹൽ എന്തെങ്കിലും ചെയ്യുമല്ലോ. എന്നാൽ തന്നെ ചില സ്ഥലത്ത് ആദരിക്കേണ്ട ചുറ്റുപാട് മുത്തറായിട്ട് വരുന്നുണ്ട്. അത് നമ്മളെ എന്തിലും ഓതും. തങ്ങളുടെ മുമ്പിൽ പേടിച്ചുകൊണ്ടിട്ട് മാപ്പ് പറഞ്ഞ സമയങ്ങളൊക്കെ വരും. കണ്ണൂർ പറയും. അപ്പൊ അബൂജഹലിനെ പോലത്തെ ഓരോരുത്തർ എന്തെങ്കിലും ആക്കിയതിനെ പറ്റി അവിടെ നമുക്ക് ചർച്ചയില്ല. ഇനി അപ്പൊ ഇത് മൊത്തത്തിലൊരു കുല്ലിയായ കായിക. ഫഹ്മൻ മുഫഹമൻ. തങ്ങളുടെ മുഖം ഇങ്ങനെ തിളങ്ങും. ഇതുപോലെ അതിനൊരു ഉപമയാണ് പറയുന്നത്, തലഅലു അൽ ഖമരി ലൈലത്തൽ ബദർ. പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയിൽ ഖമർ എങ്ങനെ തിളങ്ങുന്നു. അപ്പൊ എന്താക്കിയെന്നറിയോ? ലൈലത്തുൽ ബദറുള്ള ഖമറിനോട് തശ്ബീഹാക്കി. തശ്ബീഹ് എന്ന് പറഞ്ഞാൽ അറിയാലോ. പിന്നത് പിന്നെ തല ഉരുഗ് അതിനെന്താക്കി യതലഉന്റെ മഫ്ഊല് മുത്തലഖാക്കിയുടെ യതലഉ തലഅലു അൽ ഖമരി ലൈലത്തുൽ ബദർ. ഇനി അപ്പോൾ ഓരോന്നുണ്ടെങ്കിൽ 19 ഉണ്ടാവും. ഇനി അത്വല അത് കനന്റെ ഖബർ. അത്വല മിനൽ മർബൂഅ്. മർബൂഅ് എന്നുണ്ടെന്താ? റബ്അത്ത് എന്നുള്ളത് ഒരളവാണ്. എന്തിൻ്റെ? അധികം നീളമുള്ളതില്ല, അധികം കുറിയതും അല്ലാത്ത ഒരടക്കുള്ള നീളമാണ്. അത് എത്രയാണെന്ന് കറക്റ്റ് പറയാൻ കഴിയില്ലല്ലോ. കാരണം എന്തിലേക്ക് ചേർത്തിട്ടാണ് നീളവും വീതിയും കണക്കാക്കേണ്ടത്? അതിനോട് അത് നിസബിയായ ഒരു വസ്ഫാകുന്ന അവസരത്തിൽ മൻസൂബ് വേണോ? നിസബിയായ വസ്ഫുണ്ട്. അയാൾ ബാപ്പയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ചോദ്യം വരാറുണ്ട്. മകനാണെന്ന് പറഞ്ഞാൽ ഉടനെ ചോദ്യമുണ്ടാകും. ആരെ? അളിയനാണ് എന്ന് പറഞ്ഞാലും വരും, ആങ്ങളയാന്ന് പറഞ്ഞാലും വരും, പങ്ങളാന്ന് പറഞ്ഞാലും വരും. അതുപോലെ നീളമുള്ളത് എന്ന് പറയുമ്പോൾ എന്തിനേക്കാൾ നീളം? കുറയത് എന്ന് പറഞ്ഞാൽ എന്തിനേക്കാൾ കുറഞ്ഞത്? അപ്പൊ സാധാരണ ഒരു മനുഷ്യന്റെ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ലെവൽ സ്റ്റാൻഡേർഡ് അളവുണ്ട്. ആ അളവിനേക്കാണ് കുറയാൽ അതൊരു ഐബൈറ്റ് വരും. കണ്ടമാനം നീണ്ടാലോ അതും ഒരു ഐബൈറ്റ് വരും, അല്ലേ? അപ്പൊ സാധാരണ ഒരു ഒന്നുണ്ടല്ലോ മറബ്. അപ്പൊ അധികം നീളവും പറ്റൂല, അധികം കുറയതും പറ്റില്ല. ഉണ്ടാക്കുന്ന മുത്തവസിറ്റായി. അപ്പൊ ഇഫ്റാത്തുമില്ല തഫരീത്തുമില്ല എന്നൊന്നും അതല്ലേ. അപ്പൊ കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്ന് പറഞ്ഞതിനേക്കാണ് നീട്ടത്തിൽ കുറച്ചധികം ഉണ്ടാവും, നീളത്തിലേക്ക് ലേശം കൂടുതലുണ്ടാവും. അതായത് തന്ന 50-50 എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് എന്താക്കി മറബു എടുക്കുക. മറബു എന്നിപ്പോ അധികം നീളമില്ല, അധികം കുറയില്ലാത്ത മുത്തവസത്തിൽ അതിൽ നിന്ന് അല്പമത്വമില്ല. അപ്പൊ നടുവിൽ നിന്ന് നീളത്തിലേക്കാണ് കൂടുതൽ ചർച്ച. ഇപ്പൊ മനസ്സിലായ? അപ്പൊ അവരൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതാ അർ-റബ്അതു വൽ മർബൂഉ എന്ന് പറയുന്നത് ഹുവൽ വസ്തു, നടുക്കുള്ളതാണ്. എന്തിന്റെ? ബൈനൽ ഖസീരി വത്തവീലി. ഖസീറിന്റെയും തവീലിന്റെയും ഉള്ള നടുവാണ്, തവസ്തുത്താണ് എന്ത്? മർബൂ. അല ഹദ്ദിൻ സമാസമാണ്. അത് അപ്പുറം ഇപ്പുറം സമായിരിക്കും, അല്ലേ? അപ്പൊ എന്നിട്ടോ ആ സമമായതിൽ നിന്ന് കുറച്ച് ഭാഗം തോലിലേക്ക് ഉണ്ടാകും. ഇതിനപ്പുറം പറയാൻ കഴിയില്ല നമുക്ക്. ഇനിയോ അക്സറ, അത് നേരെ ഓപ്പോസിറ്റാ പറയുന്നത്. അത് നന്ന കുറിയൊരവസ്ഥ ഉണ്ടാവുമല്ലോ, അല്ലേ? അത് പറയട്ടെ. അക്സറ മിനൽ മുശല്ലബി. എന്താ മുശല്ലബിന്റെ അർത്ഥം? ഹുവ തവീലുൽ ബാഹിനു തൂൽ, അമിതമായി നീണ്ടത് എന്നാണ് മുശല്ലബിന്റെ വായന.
അപ്പൊ അമിതമായി നീണ്ടതിലേക്ക് പോയാൽ അത്വല് എന്ന് പറയുമ്പോൾ കുറച്ച് അധികം നീണ്ടിട്ടുണ്ട് എന്ന് തോന്നിപ്പോകും. അതിൽ നിന്ന് കുറച്ച് മുഷദ്ദബ് എല്ലാം തന്നെ ഉണ്ട്. നടുവിൽ നിന്ന് പിടിച്ചാൽ തോല് കൂടിയില്ല, തോല് ആകാശം വരെയും പോകാലോ. അപ്പൊ മുഷദ്ദബിനാക്കാണ് അക്സർ, അതിന്റെ അടിയിൽ പിടിച്ചോളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് വൽ മുറാദു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അത്വലു മിനൽ മർബൂഇ. മർബൂഇനാക്കാൻ അല്പം തൂലുണ്ട്, പക്ഷെ മുസ്തദ്ബിലേക്ക് എത്തിയിട്ടില്ല. ഇന്ദാനിന്നതിരി നല്ലോണം ശ്രദ്ധിക്കുമ്പോ കിട്ടലി അടുത്ത് പെരുമാറുമ്പോ. എന്നാ വാമാഫി ബാദി ഇന്നതിരി പ്രത്യക്ഷമായുള്ള തുടക്കത്തിൽ കണ്ടാലോ യുറാ റബഅതൻ വളരെ കൃത്യമെന്ന് തോന്നും. അപ്പൊ അബൂഹാല നല്ലപോലെ കണ്ടതിന്റെ പേരിൽ എന്താക്കി നടിച്ച റബഅത്തല്ല അല്പം നീളുണ്ടെന്ന് പറഞ്ഞു. അതാ കമാ തഖദ്ദമ ഫീ ഹദീസി അലി കറമല്ലാഹു വജ്ഹുവിന്റെ ഹദീസിൽ റബഅത്ത് എന്നാ പറഞ്ഞത്. അപ്പൊ അല ഹദ്ദിൻ സവാ നീളത്തിന്റെയും കുറുകയിന്റെയും കൃത്യമായ നടു എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അലി റളിയല്ലാഹുവിന്റെ ഹദീസിൽ എന്താക്കി മുബറ കുറച്ച് വാദിഹാക്കി. കമാ വലഹ ദാലിക ഫീ ജംഇൽ വസായിലി വഗൈരിഹി, അതിൽ അത് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ജംഉൽ വസായിലി യൂസുഫ് നബഹാനി ഇമാമിന്റെ കിതാബാണ്. അപ്പോൾ 2 വസ്തു തന്നു നീളത്തിനെ പറ്റി. ഇനി അലീമൽ ഹാമത്തി എന്ന് പറഞ്ഞാൽ തല അലീമാണ്. അതാ അൽ ഹാമത്ത് എന്ന് നബി തഖ്ഫീഫിൽ മീമി, മീമിന് ശബ്ദ വായിക്കാൻ പാടില്ല എന്ന് ഹാമത്ത് എന്നാ വായിക്കണ്ടേ. ഹാമത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് ഓതിയിട്ടുണ്ടാവും ശൈത്താനിൻ ഹാമത്തിൻ ഒമിൻ അയിനല്ലാമത്തിൻ. അപ്പൊ പോർച്ചാക്കിയിട്ട് എന്താക്കി മീമിന് ശബ്ദ കൊടുത്തു കഴിഞ്ഞാല് കുഫ്ർ വരും. അതാ അമ്മി എന്ന് പറഞ്ഞ മാതിരിയോ പതിവസം അമ്മി തന്നെ ഉള്ളത്. എല്ലാം വിചാരിക്കും നല്ല വൃത്തിയിൽ കയറാൻ നല്ല സമാധാനത്തോടെ കയറുമ്പോ അമ്മി കയറുമ്പോഴൊക്കെ എല്ലാം ചോർന്നു, പിന്നെ മുഹാറക്കത്ത്. അപ്പൊ ഹാമത്ത് തല ഇങ്ങനെ വണ്ണം കൂടി എന്നാ പറയുന്നത് അതല്ല. ബി തഖ്ഫീഫിൽ മീമി വഹിയ റഅ്സു, അതേതാ വഇലമുർ റഅ്സി തല വലുതാവുക എന്നുള്ളത് അൽ മുത്തനാസിബി മാൽ ജിസ്മി ശരീരത്തിനോട് മുത്തനാസിബായ രീതിയിലുള്ള വണ്ണാണ്. തടിയെല്ലാം കൂടി തലത്തല്ല കോട്ടി കണക്ക് ആയാൽ കാണാൻ അയ്ബയില്ലേ. എല്ലാ തടി കുറഞ്ഞിട്ട് തല ഇത്ര വണ്ണം കൂടി അതും അയ്ബല്ലേ. അപ്പം ബഹുമാനപ്പെട്ട തടിയോട് യോജിക്കുന്ന രീതിയിലുള്ളത് അത് ദലീലു ഖുവ്വത്തിൽ അഖിൽ, അഖിലിന്റെ ഖുവ്വത്തിന് തെളിവാണത്. അഖിലിന്റെ സ്ഥാനം ആർക്കും പഠിത്തം കിട്ടൂല, അത് മഹല്ല് പറയാൻ കഴിയൂല എന്നാണ്. അള്ളാഹ്ക്ക് മഹല്ലുണ്ടാ? എവിടെയൊന്നും ഇല്ല. മനുഷ്യന്റെ അഖിൽ എവിടെയുള്ള എവിടെയും പറയാൻ കഴിയൂല. അതുപോലെ മദാരിക്ക് എന്ന് പറഞ്ഞാൽ ഇദ്റാഖിന്റെ സ്ഥലങ്ങൾ, അതായത് ഇദ്റാഖ് എന്നല്ലാന്ന് ബസർ മുഖത്തന്നെ 22 സംഹ ഇവിടെ ഉണ്ട്, ബസർ ഇവിടെയുണ്ട്, മണക്കൽ ഇവിടെ ഉണ്ട്. അപ്പൊ 5 മദാരിക്കുകളും എവിടെ ഉണ്ട്? തലയിലുണ്ട്. പക്ഷേ സ്പർശനം എന്നുള്ളത് തല ഒഴിച്ചിട്ട് ബാക്കി സ്ഥലത്തും കിടക്കുന്നുണ്ട്. ഇത് എല്ലാം ഉണ്ട്. അപ്പൊ ആ മദാരിക്കിന്റെയും അഖിലിന്റെയും ഖുവ്വത്ത് കൂടിയിട്ടുണ്ട് എന്നെന്താകും? തലയുടെ വലിപ്പം അറിയിക്കുന്നവർ. അപ്പോൾ ആ രൂപത്തിലുള്ള വലിപ്പമാ പറഞ്ഞിരിക്കുന്നു. ഇനി മുടിയാ പറയുന്നത് റജിലു ഷഅർ, അതായത് മുടിക്കുണ്ട് പെണ്ണുങ്ങന്മാരമാതിരി നേരെ തോന്നിയിട്ട് ഒരേ പോക്ക് പോക്ക്. അതിനെന്താ പറയാ? സബത്ത്. നമ്മളിപ്പോ കാലത്ത് പെണ്ണുങ്ങന്മാരുടെ മുടിയിൽ, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങന്മാരുടെ മുടിയിൽ നേരെ വാരിയിട്ട് ഭൂമിയിലേക്ക് ഇതൊക്കെയല്ലേ അല്ലേ? ചില ആളെ കാണാൻ ഇങ്ങനെ ചുരുണ്ടിട്ട് ചെമ്മരിയാട്ടിന്റെ രോമം കണക്ക് ഇങ്ങനെ ഒരിക്കലും അത് ചുരുള് നിൽക്കൂല, ഇങ്ങനെ ചുരുണ്ടിട്ട് ഇങ്ങനെ കിടക്കലാണ്. അതിനെ ജുഹൂദത്ത് എന്നാ പറയാ. അപ്പൊ നന്ന ചുരുളാനും പാടില്ല, പെണ്ണുങ്ങളമാർ നീളാനും പാടില്ലാത്ത രീതി നടുക്കള് റജില് എന്ന് പറഞ്ഞു. അപ്പൊ മുത്തവസിക്ക് അദ്ദേഹം നേരത്തെ ഉസൂലി പറഞ്ഞത്. അപ്പൊ അതേ നീണ്ട് കിടക്കുന്നതുകൊണ്ട് ചെറിയ തരം ചുളിവുണ്ട്, അത് ഇങ്ങനെ ഒരു ബെല്ല് കാണുന്നതാണ് തൂങ്ങിയിട്ടല്ല. അത് മാറുന്നാലും അതേ കോലത്തിൽ വരും. അതാണ് എന്തുകൊണ്ട്
റജുല് എന്ന് പറയണമെങ്കിൽ അല്പം ചുളിവ് വേണം, പട്ട് നീളാനും പാടില്ല. സബത്ത് എന്ന് പറഞ്ഞതിൻ്റെയും ജുഹൂദത്തിൻ്റെയും ഇടയിലുള്ള ഒരവസ്ഥയാണ് റജിലി. റജുല് എന്ന് വായിച്ചിട്ട് പൊസിഷൻ എന്നർത്ഥം വെച്ചാൽ കാട് കയറുക. വക്കാന റജുലൻ എന്ന് വായിച്ച് തങ്ങ പൊസിഷനായിരുന്നു. അതിന് പണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞാലുണ്ട അവർ ബാജുലി മാമോടെ വായിച്ച തെറ്റിയിട്ടാണ് റജിലൻ എന്ന് വായിക്കണം. മുടി നടുത്തരം. എങ്ങനെ വല്ലാണ്ട് ചുളിഞ്ഞിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ചുണ്ടിട്ടില്ല, പെണ്ണുങ്ങന്മാരെ മാറി നീണ്ട് വലിഞ്ഞിട്ടില്ല, ആ രൂപത്തിലായിരുന്നു. അപ്പം എന്തുണ്ട് തസന്നി. തസന്നി എന്ന് പറഞ്ഞാൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വളരുക. അടുത്തത് ഇദംഫറഖത്ത് അഖീഖതുഹു. അഖീഖ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുറാദു ബിൽ അഖീഖതി ഹുനാ ശഅറുർ റഅസ്. തലയിലുള്ള മുടിക്കാണ് എന്താ പറയല്? അഖീഖ എന്ന് പറയുന്നത്. അതിനാ ഹുന എന്ന് പറയുന്നത് കുഞ്ഞിനെ പ്രസവിച്ച സ്ഥലത്ത് അഖീഖ അറുക്കൽ എന്ന് പറയും. ആടാ ഈ പേരല്ല, കുട്ടനറുക്കൽ എന്നല്ല. പക്ഷെ അതിന് പേര് ബന്ധമുണ്ട്. കുഞ്ഞിനെ മുടികളയുമായി ബന്ധമുള്ളത് കൊണ്ട് ഒരു അറുവായതിന്റെ പേരിൽ അതിന് പേര് കൊടുത്തതാണ് അഖീഖ. കുഞ്ഞിന്റെ തടയിലുള്ള മുടി നീക്കുന്ന ദിവസം എന്നുള്ള അത് എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ലേ? അപ്പൊ ആദ്യം മുടിയാളേണ്ട ഇറക്കാൻ വേണ്ടി എന്തൊക്കെ ഒന്ന് തീർച്ചു പറ. ഇത് ചെയ്യുന്നുണ്ട്. മറ്റേ മൂലാൾക്ക് വന്നിട്ട് മുടി കളഞ്ഞിട്ട് മൊട്ടക്കാലിയുടെ പേരിട്ടുണ്ട്. നമ്മുടെ മൂലാർക്ക ഫക്കീഹല്ല, നമുക്ക് കിതാബ് ഫക്കീഹ്. അതനുസരിച്ച് മൂലാർക്ക പ്രവർത്തിച്ചോളൂ. അപ്പൊ മൂലാർക്കാനെ തള്ളീന്. തള്ളേണ്ട സ്ഥലത്ത് തള്ളൂ, കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളൂ. ഏത് അതല്ലേ പറഞ്ഞത്? വലിയ കത്തി ചെറിയ കത്തി എന്ന് ഓർമ്മിച്ചാൽ എന്ന് പഠിക്കണ്ടല്ലോ. അല്ലെ ഏട്ടൻ കത്തി അനിയൻ കത്തി എന്ന് പറഞ്ഞോ? ഏട്ടൻ കത്തി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പോത്തിനറുക്കല്. അനിയൻ കത്തി എന്ന് പറഞ്ഞാൽ ചെറിയ ബ്ലേഡ് കൊണ്ടാണ് മുടികളി. അപ്പൊ അറുത്തിട്ട് എന്താക്കണം? മുടികളി. ഇനി ഇല്ലത്ത് നോക്കിയാൽ മുടിന്റെ എണ്ണം കണ്ട് എന്താക്കും? ഇതിന് സവാബ് വർദ്ധിക്കുന്നുണ്ട്, ഹസനാത്ത് എഴുതപ്പെടും എന്നുള്ളതാണ്. അതും പൊന്നവിക്കും. അതാ അന്ന് അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് നോക്കിയാൽ മതി. അതാ ഹുനാന്ന് കൈതുകൊണ്ടതിന് അർത്ഥതാ ഷാറുർ റഅസ്, തലയിലുള്ള മുടി. അപ്പൊ മുടി ഇങ്ങനെ എപ്പോഴും ചീകി വെക്കലാണോ അല്ല അളകാറുണ്ടോ എന്നാ ചോദിക്കുന്നു. അപ്പോ ഉദ്ദേശം എന്താണ്? ഇദം ഫറഖത്ത് അഖീഖതുഹു ഫറഖഹ. തങ്ങളുടെ മുടി എന്താക്കും? ഇങ്ങനെ ഇളകും. ഇളകുന്ന അവസരം ഇൻഫറക്കത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇളകില്ല. എപ്പോഴും സെറ്റാക്കി പെറ്റിച്ച് ഒട്ടിച്ചു വെക്കുന്നില്ലല്ലോ. അത് ഇൻഫറക്ക, ഭാര്യ ഇളക്കലല്ല, ഇൻഫറക്ക. ഇളകുന്ന അവസരത്തിൽ എന്താക്കും? എന്നാ പിന്നെ അങ്ങനെ തന്നെ കടന്നോട്ടെ നോക്കും. ചിലപ്പോ എന്താകും? അടുപ്പിക്കേണ്ട സ്ഥലത്ത് ചേകിയിട്ട് അടുപ്പിക്കുകയും ചെയ്യും. അതാണ് അന്ന ശഅറ റഅസിഹി ശരീഫി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനപ്പെട്ട മുടി ഇൻ ഖബില അൻ യഫറക, അത് ഇളകലി ലൂസാകലി സ്വീകരിച്ച ബി സുഹൂലത്തിന്, അത് എളുപ്പത്തിൽ വെച്ചാൽ പേൻ നോക്കാൻ വേണ്ടിയിട്ട് ഭാര്യ ഇളക്കലില്ലേ, അങ്ങനത്തെ ഇളക്കലല്ല. ഇൻഫറക എന്ന് പറഞ്ഞ അതിന്റെ പ്രകൃതിയിൽ ഫറഖഹു. ഫറഖാന്റെ അർത്ഥം എന്താ? ജഅല ശഅറഹു നിസ്ഫൻ അനിൽ യമീനി വനിസ്ഫൻ അനിൽ യസാർ. ഇതെന്താക്കും? പകുതി ഒരു വലഭാഗത്തേക്കും പകുതി ഇടഭാഗത്തേക്കും. അപ്പൊ നടുവിലൊന്നുണ്ടാകും, ഒരു രേഖ ഉണ്ടാവും. ഇല്ല എന്ന് വെച്ചാൽ അല്ലം യൻഫരിഖ്, സ്വയം അളകുന്നതല്ലേ എന്നാ ഫല, അങ്ങനെ ആക്കൂല. അപ്പൊ ഫല യഫരിഖ് ശഅറഹു ബൽ യത്റുഖുഹു അലാ ഹാലിഹി വല്ല ഫല. അപ്പം ഫല അപ്പുറത്തേക്ക് പോയി. ഇല്ലാന്റെ ജവാബാണ് ഫല. ഇതല്ലാണ്ട് ഫല യുജാബിസു എന്ന് വായിച്ചാൽ ആകെ കാട് കയറിയിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തൂല. ഒരു സ്ഥലത്തിന് വഖഫിന്റെ കേന്ദ്രം ഉണ്ടല്ലോ, അതാ. അപ്പൊ യുജാബിസു, അപ്പം യുജാബിസു തന്നെ, ഫല യുജാബിസു എന്നല്ല. യുജാബിസു ശഅറുഹു, തങ്ങളെ മുടി വിട്ടുകിടക്കും. ഷഹമത്ത ഉദുനൈഹി, അത് ചെവിയുടെ ഈ ഷഹമത്തില്ലേ, ഈ തുണിച്ചെവി എല്ലില്ലാത്ത, അത് ചിലപ്പോൾ വിട്ടുകിടക്കും. അപ്പൊ ആകെ തമാൽ തുറമതി മറ്റേ
ബാജുരിമാൻ എന്താ പറഞ്ഞ, മുടിക്ക് 3 സ്റ്റേജ് ഉണ്ട്. എങ്ങനെ? ഒന്ന് ഈ തല അഗ്രം എന്താക്കും, ഇവിടെ ചുമല് മുട്ടുന്ന സമയം ഉണ്ടാവും, അത് പരമാവധി നീണ്ട സമയമാണ് അല്ലേ? അതിൻ്റെ ഇടയിൽ തുണിച്ചെവി വരെ എത്തുന്ന ഒന്ന് കുറച്ചുകൂടെ കയറ്റി, ചിലപ്പോൾ അതിനാക്കാണ് കയറിയത്. അപ്പൊ 3 പേരുണ്ട്: ലിമ്മത്ത്, വഫറത്ത്, ജുമ്മത്ത്. വലജ്. അപ്പോൾ ഇതാ വഫറഹു, വഫറത്തായാലി, വഫറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ ജഅല ശഅറഹു വാഫിറൻ വഅഫാഹു മിനൽ ഫർഖി. ഈ 2 ഓഹരി വെക്കാതെ കണ്ട് ഇങ്ങനെ എന്താക്കി അങ്ങനെ തന്നെ വലിച്ചിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ വഫറത്തായി കഴിഞ്ഞാൽ എന്താകും? ഈ തുണിച്ചെവി വിട്ടുകിടക്കും. ചിലപ്പോൾ ആൾന്ന് കട്ട് ചെയ്തിട്ട് ചുമലിൽ മുട്ടാത്ത രീതിയിലേക്കും. അപ്പൊ 3 സ്റ്റേജാന്ന് ഇവിടെ പറഞ്ഞത് നിർമ്മിതിയിൽ. അപ്പൊ യാത്ര നീണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ സമയം വൈകിയാൽ എന്താക്കും? അല്പം വളരും. വളർന്ന് ഈ അറ്റം ഈ ചുമലിന് മുട്ടുകയാണെങ്കിൽ അതിന്റെ പേര് വരും. ചുമലിന് മുട്ടാതെ തുണിച്ചെവിയിലെത്തുമ്പോൾ ഒപ്പറത്തു അതിന്റെ മേലെ ഉണ്ടാവും കുറച്ചും കൂടി കയറിയിട്ട്. ഞാൻ ചോദിച്ചില്ല, ഇതാ ജഅല ശഅറഹു വാഫിറൻ. വാഫിർ എന്ന് പറഞ്ഞാൽ മുറിക്കാതെ അടച്ചാല് വഅഫാഹു മിനൽ ഫറഖി, ഈ ചീകിയിട്ട് വെടിയും ചെയ്യാതെ കണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ തുണിച്ചെവി വിട്ടുകിടക്കും. അത് തീർന്നു. ഇനി അസ്ഹറൽ ലൗനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ അബയലുൽ ലൗനി, നിറം വെളുത്തതാണ്. അതോടൊപ്പം ബയാലൻ നയ്യിറൻ, നല്ല ശോഭിക്കുന്ന വെളുപ്പ്. നമ്മൾ ചില പുഷ്പങ്ങൾ നോക്കിയാൽ പെരുക്കം വെളുപ്പും കാണാം. ഇപ്പൊ ഈ ചുമരിൽ നോക്കിയാൽ പെരുക്കം വെളുപ്പാണ്, അതിൽ ശോഭനീയം കാണൂല. ചിലർക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണിന് കുത്തും, അതിൽ നിന്നൊരു ശോഭ. ഈ ഇപ്പം പിരിച്ചെടുക്കുന്ന ചില പൂവിലേക്ക് ശ്രദ്ധിച്ചൊക്കെയല്ലേ? അപ്പൊ ശോഭനീയമായ വെളുപ്പ് നിറം. അതിൻ്റെ കൂടെ മൂശ്റബൻ ബിഹംറത്തിൻ, ചുവപ്പ് കലർന്നത്. അപ്പൊ തനിച്ച നൂറ്റുംകട്ട പോലെ വെളുപ്പല്ല, വെളുപ്പിൽ ചുവപ്പ് കലർത്തിയ ശോഭനീയമായ നിറമായിരുന്നു അസ്ഹറൽ ലൗൻ. അത് തീർന്ന്. ഇനി നെറ്റിയ വരുന്ന വാസി അൽ ജബീന്, നെറ്റിത്തടം വികസിച്ചവരെന്നാണ്, വീതിയുള്ളവരെന്ന്. അതെന്താ? വാലിഹൽ ജബീനി വമുംതദ്ദഹു തൂലം വഅറളൻ, നീളത്തിലും വീതിയിലും എന്തുണ്ട്? നല്ല വിശാലതയുണ്ട്. നെറ്റി വളരെ വ്യക്തമാണ്. ചിലത് ഇങ്ങനെ കിട്ടിയുടെ നെറ്റിയ രേഖയുണ്ടാവും, ചെറുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്. ചിലെന്താക്കും? നെറ്റി അങ്ങോട്ട് പരത്തിയിട്ട് പൊട്ടി വരും, വീടിനായിരിക്കും നെറ്റി ഉടക്കല്. രണ്ടും അയിബാണ്. നെറ്റി വിശാലം. വഹുവ മഅന റിവായത്തി സൽത്തുൽ ജബീൻ എന്ന് എന്തുണ്ട്? ഒരു റിവായത്തുണ്ട്. സൽത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായത്. അദീമിൽ ജബഹത്തി എന്ന് മറ്റൊരു റിവായത്തുണ്ട്. ആ 2 റിവായത്തിന്റെ മാന എന്താക്കി മൂപ്പരോട് ഒരുമിച്ച് കൂട്ടിയിട്ട് വാസി അൽ ജബീൻ എന്നൊറ്റ വാക്ക്. അപ്പൊ 3ന്റെ അർത്ഥവും ഒന്ന് തന്നെ, നെറ്റി വിശാലമാണ്. അപ്പം നെറ്റി വിശാലം നോക്കിയിട്ട് എന്താ പറയും? വലിയ ബുദ്ധിയുള്ള ആളാന്ന് പറയും, നല്ല ഫഹമുള്ള ആളാന്ന് നമ്മളെ മക്കളെ നോക്കിയിട്ട് പറയല്ലേ, കുട്ടികളെ നോക്കിയിട്ട്. ഇനി അസജ്ജൽ ഹവാജിബ്, ഹാജിബ് എന്ന് പറഞ്ഞാൽ മുഖത്തുള്ള പല രോമങ്ങളുണ്ട്. ലഹിയത്തുണ്ട്, ആരുന്നുണ്ട്, അംഫക്കത്തുണ്ട്, ദിറ എന്നാണ് പലതുണ്ടല്ല, ഷാരിബുണ്ട്. അപ്പം ഹുദുബ്, കണ്ണിന്മേലുള്ള 2 എണ്ണാണിത്. ഒന്ന് ഹുദുബ്, കണ്ണിന്റെ പോള പക്കത്തുള്ളത് ഹുദുബ്. സാധാരണ രോമങ്ങൾക്ക് സ്പർശന ശക്തി ഇല്ല എന്നാണ്, പക്ഷെ കണ്ണിനുണ്ടെങ്കിലുണ്ടെന്നാണ്. അതാണ് അല്ലാഹ്, ദാലിക്കുമുള്ള, അവിടെയാണ് അല്ലാഹ് തിരിയുന്നത്. മനുഷ്യന്റെ രോമം നമുക്ക് നടക്കുന്ന കട്ട് ചെയ്താൽ ആയിരിക്കും വേദന അറിയുന്നുണ്ടാ? പറിച്ചാൽ അറിയുന്നത് എന്തുകൊണ്ടാണ്? രോമത്തിന്റെ അല്ല, അത് നട്ടതുകൊണ്ടാണ്. ഇവിടെ സ്പർശന ശക്തി ഉണ്ടല്ലോ. അത് ഖസാലി ഇമാം യഹ്യയിൽ പ്രത്യേകം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഏതില്? ഹുദുബില്. അതന്നെ അവിടെ ഈച്ചയോ ഉറുമ്പ വന്നു കഴിഞ്ഞാൽ കഥാ കണ്ണിൽ കയറാൻ പോകുന്നുണ്ടെന്ന് അതിൽ തന്നെ അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കി അതിന് സ്പർശന ശക്തി അവിടെ ഉണ്ട്. എന്നാൽ മാത്രമല്ല കണ്ണിന്റെ അടിയിലേമുള്ള പോളെ ആൾട്ടർനേറ്റ് എന്നാണ്. ഇങ്ങനെയാണ്, ഇങ്ങനെ അടച്ചു പിടിച്ചാൽ പൊടി പോലും വെള്ളം പോലും കയറൂല. നേർക്ക് നേരെയാണെങ്കിൽ ഇങ്ങനെ ഇടപെണ്ടാവും, ഇതല്ല, ഇതിങ്ങനെ ലോക്ക്. ആദ്യത്തെ രോമത്തിന്റെ ഇപ്പം മാറിയിട്ട് ഒരു രോമത്തിന്റെ ഗ്യാപ്പിട്ടിട്ടാണ് അടിയിലുണ്ടാക്കാൻ ആൾട്ടർനേറ്റ് ചെയ്യണം. അത് ഏലി പ്രത്യേകം എടുത്തു പറഞ്ഞു. അവിടെ അതിനുണ്ടാലിക്കുമൊന്നാകും അള്ളാനെ തിരിയിലടയത്.
ജല്ല ജലാലുഹു അമ്മനവാലുഹു. അപ്പൊ ആ ഹാജിബിന്റെ ജമ്മാണ് ഇത് ഹവാജിബ്. അപ്പൊ 2 ഹാജിബേ ഉണ്ടാവുള്ളൂ. എന്നാൽ പറച്ചൽ ജമ്മാക്കി. അത് അസജ് എന്ന് പറഞ്ഞാൽ അതിൽ 3 വസ്ഫ പറയാന്ന. ഒന്ന് നല്ലോണം തിങ്ങിയിട്ടുണ്ടാവും. തിങ്ങിയതും മറ്റും പറഞ്ഞിരിക്കൽ എങ്ങനെ അതിൻ്റെ ഇടയിലേക്കൊണ്ട് തൊലിൻ്റെ നിറം വെളിപ്പെടുന്നെങ്കിൽ നേരിയത് എന്ന് പറയും. ഇല്ലെങ്കിലോ തിങ്ങിയത്. അത് തന്നെ നേർത്തിങ്ങനെ പോകുന്നു, നീണ്ടു പോയിട്ട് ഇങ്ങനെ വളവോട് കൂടിയാ വരുന്നു. അതെല്ലാം പറയുന്നതാ. അതെല്ലാം കൂടിയതാണ് സജജ്. അസജ് അതിന്റെ അസജു എന്ന് പറഞ്ഞാൽ എന്താ? 8-ാം നമ്പർ തഖവ്വുസും ഫിൽ ഹാജിബി. ഹാജിബിലുള്ള ഒരു വളവ് കൗസ് പോലെയാകല്. ഏതോടോ മാ തോലിം മീൻ തറഫി, അതിന്റെ അറ്റത്ത് കുറെ നീണ്ടു. അപ്പൊ നീണ്ടു വളഞ്ഞത് എന്നായി. വയൽസമു മിൻ ദാലിക ദിഖത്തുൽ ഹാജിബൈനി വസുബൂഹുമാ. അതിനാൽ ലാസിമാകൽ എന്താണ്? 2 ഹാജിബും നേർത്തിട്ട് പോകുന്നുണ്ട്. അത് സമ്പൂർണമായിട്ടുമുണ്ട്. ചിലത് പരിധിയാലേ ഹാജിബ് കാണുള്ളൂ, വ്യക്തമായിട്ട് കാണും. ഇനി അതോടുകൂടി തന്നെ എന്തുണ്ട്? ഫീ ഗൈരി ഖറനിൻ, 2 അറ്റം കൂട്ടിമുട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇടയിൽ ഒഴിവുണ്ട്. അപ്പൊ ഈ കൂട്ടിമുട്ടില്ല ഇടയിൽ ഈ തല കൂട്ടിമുട്ടൂല. അത് പിന്നെ ഖിയാമത്ത് വരെ കൂട്ടിമുട്ടൂല ഈ നടക്കല്. അപ്പോ ഉമ്മു അബ്ദ് റളിയല്ലാഹു അൻഹ വ്യാഖ്യാനിച്ചതില് അഖ്റന് എന്ന് പറഞ്ഞിട്ട് കൂട്ടിമുട്ടീന്നാ പറഞ്ഞത്. അവിടെ ഹദീസ് വൈരുദ്ധ്യം ഉണ്ടാ? ഇല്ല. ഉമ്മു അബ്ദ് ബീബി പറയുന്നത് അഖ്റനാണ് മുട്ടീന്ന. ഇവിടെ അബൂ ഹാലത്ത് പറയുന്നത് മുട്ടിയിട്ടില്ല. അപ്പം വൈരുദ്ധ്യം ഇല്ലേ? അതിന് പറയുന്നത് അബൂഹാല കുറെ കാലം തങ്ങളെ മടിത്തട്ട് വളർന്നാളാണ്. ഓർക്കാൻ നല്ലോണം തരും. ഉമ്മു അബ്ദിന്റെ അവിടെ 1-2 മണിക്കൂറുണ്ട് യാത്രന്റെ അളിയിൽ. അപ്പം പരസ്പര വൈരുദ്ധ്യമാകുമ്പോൾ എന്താക്കും? ഹദീസിന്റെ ഇമാമിങ്ങൾ ആരാണോ ഈ വിഷയമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടതെന്ന് പരിധി പിടിക്കും. നമ്മ അധ്വാനിച്ചിട്ടില്ല, അവരെ അധ്വാനാണ് അധ്വാനം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അഖ്റനാണോ മിൻ ഗൈരി ഖറനിനാണോ എന്ന് പരിശോധിക്കാൻ എന്താക്കണം? അതിന് പറ്റിയ ആളെ കണ്ടുപിടിക്കും. അപ്പൊ അബൂ ഹാലനാക്കാണ് തങ്ങളുമായി അടുത്ത ആൾ വേറെ കാണില്ല. അപ്പൊ ഉമ്മു അബ്ദിന്റെ ഹദീസ് എന്താക്കി? ആ വിഷയത്തിൽ അങ്ങനെ. മാത്രമല്ല യാത്രാവേളയിൽ പാലുണ്ടോ എന്തുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി കയറി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അന്വേഷിക്കണം. അത്രേ സമയമുണ്ടാവുള്ളൂ. ഒരാട്ടിനെ കറക്കണം, കുടിക്കണം, അല്പം ടെസ്റ്റ് എടുക്കണം. അപ്പൊ പെണ്ണുങ്ങൾ പറയുമ്പോൾ എന്താക്കും? കൂട്ടിമുട്ടിയും തോന്നും. അബൂഹാല കുറെ കാലം തങ്ങളുടെ മടിയിൽ വളർന്നാടാകുമ്പോൾ മുട്ടിയിലും തീരുമാനിക്കേണ്ട ഓറല്ലേ. അതുകൊണ്ടാണ് മിൻ ഫീ ഗൈരി ഖറനിൻ, സവാബി എന്നുള്ള സമ്പൂർണമായിട്ടുണ്ട്. അതോടുകൂടെ ഫീ ഗൈരി ഖറനിൻ 2 തലയും കൂട്ടിമുട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. തിരിഞ്ഞ അൽ ഖറനു എന്ന് പറഞ്ഞാൽ ബി തഹരീക്ക്. തഹരീക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചനക്കണമെന്നല്ല, ഖറന് എന്ന് സുഖം കൊടുക്കാൻ പാടില്ല. ഖർന് എന്നല്ല, ഖറന് ബി ഫത്ഹത്തൈനി എന്നും പറയാം. അതെന്താ? ഇഖ്തിറാനുൽ ഹാജിബൈനി, 2 പിരിയം തമ്മിൽ കൂട്ടിമുട്ടല്. വൽതിഖാഉ അത്റാഫിഹിമാ, 2 തറഫും തമ്മിൽ ചേരൽ. ഇത് മൂക്കിനോട് അടുത്ത ഭാഗേ ചേരുള്ളൂ, മറ്റേത് പറയേണ്ടയില്ല. വഹുവ മിനൽ ബലജി, അതിനെന്ത് പറയും? ബലജ് എന്ന് പറയും, മറ്റൊരു പ്രയോഗം. അപ്പൊ എവിടെയെങ്കിലും അബലജ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബലജ് ഉടയോറ്. അപ്പൊ വൽ മാന അന്ന ഹാജിബൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യത്തസിലാ ബിബഅദിഹിമാ, 2ഉം കൂട്ടിമുട്ടിയിട്ടില്ല. കണ്ട? അപ്പൊ ഫഹുവ അബ്ലജു, വേറെ ജീവിതത്തിൽ എന്താകും? അബ്ലജു എന്നും പറയും. അപ്പം മാ ബറദ ഫീ ഹദീസി ഉമ്മി മഅബദിൻ റളിയല്ലാഹു അൻഹാ അൽ മുതഖദ്ദിമി. അപ്പൊ ഉമ്മു മഅബദ് മുതഖദ്ദിമായിട്ടുണ്ടാ? അല്ല. അപ്പൊ മുതഖദ്ദിം ആരാ വസ്ഫ്? ഹദീസിന്റെ കാന അസജ്ജ അഖ്റന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അഖ്റന് എന്ന് പറയുമ്പോൾ മുട്ടിയാട് നല്ലായിരുന്നു. അപ്പൊ ഫൽ മുറാദു കാന കദാലിക ഫീമാ യബ്ദു ലിന്നാലിരി മിൻ ബഈദിൻ, ദൂരത്ത് നിന്നിട്ട് നോക്കുന്നാക്ക അങ്ങനെയാ തോന്നുക. കൊമിൻ കൈന് താമൽ കൂടുതൽ ആലോചിച്ചിട്ടുമില്ല. അപ്പൊ ഉമ്മ മഅബദിന് അത്രേ സാധിക്കുള്ളൂ. ആദ്യമായി കാണുന്നത്
അതെ. അപ്പം പോറ്റുമോനായിട്ട് തങ്ങളെ മടിത്തട്ടിൽ വളർന്നാക്കലിനെ പറ്റി തീരുമാനം അറിയില്ലേ. അമ്മൽ കരീബുൽ മുതഅമ്മിലു, നല്ലോണം തറപ്പിച്ച് നോക്കിയ കരീബായ ആളാണെങ്കിൽ ഫയറ അന്നഹു അബ്ലജു, അബ്ലജാണ്, കൂട്ടി മുട്ടിയിട്ടില്ല എന്നാ തിരിയല് ഫിൽ വാഖി, യഥാർത്ഥത്തിൽ. അപ്പൊ ആ സംശയം തീർന്നു. ഇനി ബൈനഹുമ, ഈ രണ്ടിന്റെ ഇടയിലുണ്ട് ഇറുക്കുൻ, ഒരു ഞരമ്പുണ്ട്. യുദിർറുഹുൽ ഗളബു, തങ്ങൾക്ക് ദേഷ്യം വന്നാൽ എന്താക്കും, അത് വികസിക്കും എന്നുകൊണ്ടതാ. ബൈന ഹാജി ബൈഹി ഇറുക്കുൻ ഇദാ ഗളിബ തഹറക വലഹറ ജലിയൻ, അത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. അത് മനസ്സിലായില്ലേ? അപ്പൊ മുഖം വരെ പറഞ്ഞു വെച്ചു. അഖർനൽ ഇർനീനി, എന്താ ഇർനീനി? അതാ വഹുവ മാ സലുബ മിൻ അളമിൽ അംഫി, മൂക്ക് ഇങ്ങോട്ട് പിടിച്ചു നോക്കിയാൽ കട്ടിയുള്ളത് ആ ഇല്ലുണ്ടല്ലോ മൂക്കിൽ, ഇതെല്ലാം ഇതൊന്നും ഇത്രത്തോളം പറ്റിപ്പരണ്ട. ഞാൻ ഉപ്പിൻ്റെ ആട്ട വ്യാഖ്യാനിച്ച മാതിരി പോയത്. ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിപ്പ കറിക്കലിരുന്ന ഉപ്പില്ലേ, അങ്ങനെ ഉപ്പിനെ തെറ്റത്തോളം വ്യാഖ്യാനിക്കുന്നു. അപ്പൊ മൂക്കിൽ എന്തുണ്ട്, മാർദ്ദവമുള്ള സ്ഥലവും ഉണ്ടാകും, കട്ടിയുള്ള അവിടെ എല്ലും ഉണ്ടാകും. അതിനാണ് എന്ത് പറയല്, ഇർനീന്. ആ ഇർനീനുണ്ട് നൂറും ജഅലു, അതിൻ്റെ മേലെ ഒരു പ്രകാശമുണ്ട് എന്ന് പറയുന്നു. യഹ്സബുഹു, അത് മനസ്സിലാക്കും. മല്ലം യതഅമ്മൽ, സൂക്ഷിച്ച് നോക്കാത്താക്ക് മനസ്സിലായത് അശമ്മ, മൂക്ക് പതിഞ്ഞിരിക്കുന്നു എന്നാ തോന്നുക. മൂക്ക് പറ്റിയിട്ട് മൂക്കും സമാകുന്ന ഒരു ബന്ധനം പ്രവർത്തിക്കാറുണ്ടല്ലോ. മൂക്ക് വലുതായിട്ട് ഇങ്ങനെ തുളച്ചെടുക്കുന്ന ആളുകളുണ്ട്, മൂക്കൊണ്ട് കുത്തിക്കളയുന്നവരെ പേടിയാവും. അപ്പൊ അതെന്താക്കും, ഒന്ന് ഇഫ്രാത്തും വന്നു, അഫരീത്തും വന്നു, രണ്ടും വരാൻ പാടില്ല. അപ്പം മിനത് ശമമി വഹുവ ഇർത്തിഫാഉ കസബത്തിൽ അംഫി, മൂക്കിന്റെ എല്ലി വല്ലാണ്ട് പൊന്തലാന്ന്. എങ്ങനെ പൊന്തി? മൈസ്തിബായി അഅലാഹു, അതിന്റെ മേൽഭാഗം സമമാകലോടുകൂടി. വൈസ്റാഫിൽ അർണബത്തി, അതിൽ തന്നെ എങ്ങനെ മൂക്ക് കുത്തുന്നത്. അപ്പം പതിഞ്ഞ മൂക്കുമല്ല, കുത്തുന്ന തരത്തിലുള്ള വലിപ്പമുള്ളതുമല്ല. ഉപയോഗിച്ചില്ലേ? അപ്പൊ അക്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളപൊരി. പഴയകാലത്ത് ആത്മീയം പറയും, ഈ തത്തന്റെ കൊക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒക്കും ആ കർമ്മീൻ. ഇനി അടുത്തത് കസ്തല്ലിഹിജത്തി, താടി തിങ്ങിയവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അലീമല്ലിഹിജ, താടി തിങ്ങിയവരും. ഇനി സഹിലൽ ഖദ്ദൈൻ, അത് നമ്മുടെ മങ്കൂസിലും കാണാല. സഹിലൽ ഖദ്ദൈൻ, കവിൾത്തടം നല്ല മാർദ്ദവം, എന്നുവെച്ചാലോ വല്ലാണ്ട് തുടുത്തിട്ട് ഇങ്ങനെ 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 ഒരു പുറത്തന്നെ മാതിരിയാവൂല, ഒട്ടിയതുമല്ല. അതാരും പറയുന്നതാ ഗൈറ മുർതഫിഇൽ ഖദ്ദൈൻ, അത് ബൈഹഖി ഇമാമിന്റെ റിവായത്താണ്. അസ്ഹലുൽ ഖദ്ദൈൻ, ഇവിടെ എന്താക്കി സഹിലുൽ ഖദ്ദൈൻ, രണ്ടും അർത്ഥം തന്നെ. ഗൈറ മുർതഫിഇൽ ഖദ്ദൈൻ, രണ്ട് കവളും വല്ലാണ്ട് തെങ്ങിങ്ങനെ വീർത്തിട്ടുണ്ടല്ല, ആ കോലത്തിലുമല്ല. ഒട്ടിയിട്ട് പലെല്ലാം വെളിപ്പെടുന്ന സൈസാവുമല്ല, അതുമല്ല. വഹുവ അക്മലു വാജിമലു, അത് ഏറ്റവും കമാലിന്റെയും ജമാലിന്റെയും ഉസ്ഫാണെന്നാണ്. ഇനി അടുത്തത് ലലീ അൽ ഫമി. ലലീ എന്ന് പറഞ്ഞാൽ അദീമൽ ഫമി, വായ് വിശാലത എന്നല്ലേ. എന്നുവെച്ചാൽ വലൈസ ബി ലയ്യിഖിൽ ഫമി, വായ് കുടുങ്ങിയവരല്ല. വായ് കുടുങ്ങിയത് വല്ലാണ്ട് തോന്നിട്ട് എങ്ങനെയല്ല. അതിനെന്താ ഫൈന്ന സഅത്തൽ ഫഹം, വായുടെ വിശാലത എന്ന് പറഞ്ഞാൽ തുഅതി ഫസാഹത്തൻ ഫിൽ കലാം, സംസാരത്തിൽ നല്ല ഫസാഹത്ത് നൽകുന്ന ഒരു പുഷ്പമാണത്. വബയാനല്ലി മഖാരിജിൽ അൽഫാദ്, അൽഫാദിന്റെ മഖറജുകൾ വ്യക്തമാക്കി ഉച്ചരിക്കാൻ സാധിക്കും. കുടുങ്ങിപ്പോയാൽ അവിടെ കൊടുക്കണ്ടാവും. അപ്പൊ ഇത്ര അളവ് കാറ്റ് കയറണം, ഇത്ര അളവ് കാറ്റ് കയറണം, ഹംസിന്റെയും വ്യത്യാസം കാണിക്കില്ലേ. വലാ ശക്ക അന്ന ജമീഅ ദാലിക, ഈ പറയപ്പെട്ടതൊക്കെ ഇവിടെ എത്ര പറഞ്ഞു, 5-10 പറഞ്ഞില്ലേ, ഇതെല്ലാം അലാ തനാസുബിൻ കാമിലിൻ ബൈന അഅദാഇ ജിസ്മിഹി ശരീഫി കുല്ലിഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളുടെ ശരീരത്തിലുള്ള ബാക്കി അവയവങ്ങൾക്കെല്ലാം പരിപൂർണമായ യോജിപ്പും ആ തനാസുബും ഉള്ള രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കണം. അത് ഇടക്കിടക്ക് മൂപ്പർ ഉണർത്തും. അത് ഞാൻ ആദ്യം തന്നെ ഉസൂലിൽ പറഞ്ഞിട്ടുണ്ട്.
ഇനി മുഫല്ലജൽ അസ്നാൻ എന്ന് പറഞ്ഞാൽ അസ്നാൻ ചിന്ന് പല്ലിന് ഫലജുണ്ട് എന്നാ പറയുന്നത്. അവിടെ പല്ലിന്റെ ഇടയിൽ വിഴവുണ്ടാവും. ഒറ്റ വാർത്ത കട്ട പോലെ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക്കിന്റെ പല്ല് വെച്ചാൽ അയാൾ സംസാരിച്ചു നോക്കിയാട്ടോ ഈ ജഹറിനും ഹംസിനും കാറ്റ് കയറിയും കീഴുമ്പോഴോ അല്ലെങ്കിൽ ആ സംസാരത്തിന് അർത്ഥം ഉണ്ടാവില്ല. അതാണ് അസ്നാൻ എന്ന് പറഞ്ഞാൽ എന്താ? യാനി അന്ന അസ്നാനഹു ശരീഫത സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻതലിമതുൻ വ മുൻഫർജത്തുൻ, നല്ല കോർത്തിണക്കിയതാണ്, ഒന്നൊന്നിനെ തള്ളി നിൽക്കൂല, ആ രൂപത്തിൽ കോർത്തിണക്കിയിട്ട് ഇടയിൽ ചെറിയ ഗ്യാപ്പും ഉണ്ടാവും. നിർമ്മിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് വലിയ ചിലപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവില്ല, അപ്പൊ കാറ്റ് സഞ്ചരിക്കൂല. അതെ, അസ്നാന് മൊത്തത്തിൽ പറഞ്ഞില്ലേ. ഇനി വലൈസത്ത് മുതറാസതനത, പരസ്പരം ഒട്ടി നിന്നിട്ട് ചെറിയ ഗ്യാപ്പ് ഇല്ലാണ്ടും മുതലായിക്കത്തം ഫൗകം ബാലിഹ, മേലേക്ക് മേലെ കയറിയിട്ട് ഓരോ പല്ലിനും തെങ്ങിച്ച് കയറിയ മാതിരി. കാരണം ചില സപ്പില നിൽക്കുമ്പോൾ തെങ്ങി കയറിയിട്ട് ഒരാളെ കയറ്റിപ്പത്തേക്കും മറ്റാളെ മുട്ടിൽ നിൽക്കുന്നില്ലേ, അങ്ങനെ പല്ലുമ്മ കയറിയിട്ടില്ല. അപ്പൊ മുഖം വരെ എല്ലാം പറഞ്ഞു. ഇനി ദഖീഖൽ മസ്റുബ, മസ്റുബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ ശഅറു ബൈന സ്വദരി വസുറത്തി, നെഞ്ഞനല്ലേ സദർ എന്ന് പറയുന്നത്, അതിൻ്റെയും പൊക്കിൻ്റെയും ഇടയിലുള്ള ഒരു എന്താ രോമത്തിന്റെ ഒരു ലൈന് ഇങ്ങനെ വരും, നേര് രോമായിരിക്കും. അത് ദഖീഖാണ്, നേരിയതാണ്, തടിച്ച പെരുവരക്കാൻ രോമയല്ല, ദഖീഖായ രോമം. എന്താണ്? വൽ മഅന അന്ന തിൽക്കൽ മസ്റുബ ഹിയ ദഖീഖത്തുൻ, ആ മസ്റുബത്ത് എന്ന രോമരേഖയുണ്ടല്ലോ അത് നേരിയതായിരുന്നു. എട്ടയില്ലേ? അല്ല 11. ഇനി കഅന്ന ഉലുഖഹു ജീദു ദുംയത്തിൻ ഫീ സഫാഇൽ ഫില്ല, അവിടെ ഒരു ഉപമ ഉണ്ട്. എന്തിനാ? വജ്ഹു ശബഹ് ഫീ സഫാഇൽ ഫില്ലത്തി, കഅന്നിട്ട് വന്ന തസ്ബീഹിന്റെ അലാമത്തല്ല കഅന്ന. അപ്പൊ ഉനുക്കാണ് ഏത്? മുശബ്ബഹ്, ഉനുക്ക് മുശബ്ബഹ്, ജീദു ദുംയത്ത് മുശബ്ബഹ് ബിഹി. കഅന്ന വജ്ഹുൽ ഖമർ എന്ന് പറഞ്ഞാൽ വജ്ഹാണ് മുശബ്ബഹ്, ഖമർ മുശബ്ബഹ് ബിഹി. ഇതുപോലെ തങ്ങളുടെ ഉനുക്കിനെയാണ് തസ്ബീഹാക്കുന്നത് ജീദു ദുംയത്തിനോട്. എന്താ വിഷയത്തിൽ? ഫീ സഫാഇൽ ഫില്ലത്തി, അത് വജ്ഹു ശബഹ് എന്ന് വെച്ചാലോ അൽ ജീദ് എന്ന് പറഞ്ഞാൽ ഹുവൽ ഉലുഖു. അപ്പൊ വൽ മുറാദു കഅന്ന ഉലുഖഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഇസ്തിവാഇഹി വഅ്തിദാലിഹി വഹുസ്നി ഹൈഅതിഹി വജമാലിഹി, അത് നേരെ ചൊവ്വായിട്ടുണ്ട്, വളവും തിരിവും ഇല്ല, അതുപോലെ തന്നെ കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട്, ജമാലുമുണ്ട് എന്ന വിഷയത്തിൽ കഅന്നഹു ഉനുഖു സൂറത്തിൻ, ഒരു സൂറത്തിന്റെ ഉനുക്ക് പോലെ. ദുംയത്ത് എന്ന് പറഞ്ഞാൽ വെളുത്ത കളറുണ്ടാക്കുന്ന ഒരു സൂറത്താണ്. ഐ അന്ന ഇടത്തും വായിച്ച മതി. വലാകിൻ, പക്ഷെ ഇവിടെ മിൻ ഹൈസുൽ ലൗനു, ലൗനിന്റെ ഭാഗത്തിൽ കൂടി ഹുവ ഫീ സഫാഇൽ ഫില്ലത്തി, വെള്ളിയുടെ സഫാ ഉണ്ടാകും. തസ്ബീഹാക്കുമ്പോൾ വജ്ഹു ശബഹ് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഉണ്ടാവൂലല്ലോ, ചില ഒന്നിലധികമോ ഉണ്ടാവാം. പൂർണ്ണമായ വജ്ഹു ശബഹ്. അപ്പം സയ്യിദ് അസദിനെ പോലെ എന്ന് പറഞ്ഞാൽ 4 കാലം അയാൾക്കുള്ളത്, കാട്ടിലാണ് താമസം, പച്ച മാംസം തിന്നലൊന്നും അതിനർത്ഥമില്ല. ഇനി ബയാദിഹ അൽ ബഹീജില്ലാമി, ആ ബയാദ് എങ്ങനെ? ചുണ്ണാമ്പ് കണക്കത്തെ വെളുപ്പല്ല. അൽ ബഹീജില്ലാമി, നല്ല പ്രകാശിക്കുന്ന വെള്ളി കൊണ്ടുണ്ടാക്കിയ ചെയ്തു നോക്ക്, വെള്ളിയിൽ തിളക്കവും അതിന്റെ കളറുണ്ടാവൂലേ എന്നതുപോലെയാണ് കഴുത്തിന്റെ ആ ലെവല്. അതത്രേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി മുഅ്തദിലൽ ഖൽഖാനിന് അടുത്തത് ശരീരത്തിന്റെ എല്ലാം ഭാഗമുണ്ടല്ലോ, ഖൽഖ് പടത്തലം എല്ലാം മുഅ്തദിലാണ്, ഒന്നിനൊന്ന് ഏറ്റക്കുറച്ചിലില്ല എന്നാ പറഞ്ഞു വന്നത്. അപ്പൊ ഇത്ര നേരം പറഞ്ഞതിന് ഒട്ടാകെ വൽഹസലി പറഞ്ഞു എന്നുവെച്ചാലോ, യാനി അന്ന ജമീഅ അഅ്ളാഇഹി സല്ലല്ലാഹു അലൈഹി ജിസ്മിഹി ശരീഫത്തി ഖലഖഹല്ലാഹു തആല കാമിലതൻ മുതനാസിബതൻ മാ ബഅദിഹാ ഗൈറ മുതനാഫിറ.
ഒന്നൊന്നിൻ്റെ വൈരുദ്ധ്യമാവാത്ത രീതിയിൽ പരസ്പര ബന്ധമായി കാമിലായ ഭംഗിയുള്ള രീതിയിൽ അല്ലാഹു തആല പടച്ചു. അതൊരു കുല്ലിയായ വാക്കാണ്. ഇത്ര നേരം പറഞ്ഞെല്ലാം കൂടെ സംയോജിപ്പിച്ചു. ഇനി ബാദിൻ എന്ന് പറഞ്ഞാൽ അന്നഹു സല്ലല്ലാഹു അലൈഹി മുംതലിഉൽ ജിസ്മി എന്നുവെച്ചാൽ ലൈസ ബിൻ നഹീലി വലാ ബിൽ ഹസീൽ, നന്ന മെലിഞ്ഞൊട്ടിയ തോലും കൊട്ടിയാലുണ്ടല്ലോ ക്ഷരോഗം പിടിച്ചാളാ മതി. അങ്ങനെയല്ല തനിച്ച പിന്നെ കൊടവേലായിട്ട് ഓലക്കൊടലും പിടിച്ചിട്ട് കൊല്ലത്തിലൊരിക്കൽ വരുന്നാടില്ലേ നമ്മളെ അപ്പിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, അതുമല്ല. പണ്ട് എന്താണ് ഒരാളെ പറ്റി തമാശ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കുപ്പായ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ടാപ്പിൻ്റെ തലയും കൊണ്ടു ഞാൻ ഇതിലേക്കൂടെ ചുറ്റിയിട്ട് വരട്ടേന്ന്. ഇതിനാണ് അയാളെ തടി കൂടിയോണ്ട് അളക്കുന്നത് എത്തായിട്ടില്ലേ, ഇവിടെ പിടിക്കാൻ പറഞ്ഞു ഞാൻ ഇതിലേക്കൂടി ഇപ്പത്തേക്കൂടി ചുറ്റിയിട്ട് വരാന്ന്. അപ്പൊ അങ്ങനെയല്ല. ബാദിൻ എന്ന് പറഞ്ഞാൽ തടിയുണ്ട്. അത് തന്നെ മുതമാസിക്കുൻ എന്ന് പറഞ്ഞാൽ ഈ മാംസങ്ങൾ തൂങ്ങിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ആട്ടിയെല്ലാം ആടുന്ന ശേഷമുണ്ടല്ല. അപ്പൊ നല്ല ഉഷാറ്. ലൈസ ബിൻ നഹീൽ വല വഅന്ന അല്ലാഹു ശരീഫത മുതമാസികതും ബിഖുവാഹ, അതിന്റെ ശക്തിയോടുകൂടി എന്തുണ്ട്. വലൈസത്ത് മുതറാഹിയതൻ, ഇങ്ങനെ കെട്ടിത്തൂങ്ങുന്നതല്ല. ഇങ്ങനെ പിടിച്ചാൽ മാംസപേശികളൊക്കെ ആടുന്ന കുലിക്കലുണ്ടല്ല, ഒന്നല്ല. ചുരുക്കത്തിൽ ആരോഗ്യവത്തായ നല്ല ഉറപ്പുള്ള ശരീരം തന്നെയെന്ന്. അതിൻ്റെ തന്നെ ബാക്കി സവാഉനിൽ ബത്നു വസ്സദ്റു, വയരും സദറും സമാൻ. ഞാൻ പണ്ട് പറഞ്ഞ ഇതിലേക്ക് കുടിച്ച് ഇപ്പോഴും എന്തിയാലും ഒരൊറ്റ കഷ്ടം പോലെ എൻ്റെ വയറ്റിൽ നിന്ന് പോകാനുണ്ടാവില്ല. ഇപ്പൊ നേരെ മാറി. ബത്നും സദറും സമം. അങ്ങനെ സമം എന്നാണ് നമ്മൾ കുടലെടുത്ത് അങ്ങനെ നോക്കിയട്ടെ. ഒരു ഇതിലില്ല. മൂപ്പറ് ഭക്ഷണം എത്രയാന്ന് ഒരു പിടിയാണ്, അല്ലെങ്കിൽ രണ്ടീത്ത പോയ കാലൊക്കെ ഭാര്യ വെച്ച് കുഴച്ചിട്ടടിക്കലുണ്ടാവും. അന്ന ബത്നഹു വസദ്റഹു ശരീഫൈനി സല്ലല്ലാഹു അലൈഹി വസല്ലം, നെഞ്ഞും വയരും മുത്തസാവിയാനി ലാ യന്തൗ അഹദുഹുമാ അനിൽ ആഖർ, ഒന്നൊന്നിനെ തൊട്ടിട്ട് പൊന്തി കിടക്കൂല. അപ്പൊ വളരെ ഒട്ടിയതാണെങ്കിൽ എല്ല് പൊന്തും. ഭാര്യ വല്ലാണ്ടായിട്ടുണ്ടെങ്കിലോ എല്ല് താഴ്ത്ത് ഭാര്യ ഇങ്ങനെ ഉണ്ടാവും. അതാ ബാധുഹാൻ സമം. അരീദു സദർ, പറഞ്ഞാക്കുന്ന മുഖത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അരീദു സദർ എന്ന് പറഞ്ഞാൽ നെഞ്ച് വിശാലമാണ്, വിശാലമായ നെഞ്ച്. അത് പിന്നെ എല്ലാവർക്കും അറിയില്ല. ധീരതന്റെയും അറിവിന്റെയും നേതൃത്വത്തിന്റെ പവറല്ലേ നെഞ്ഞ്, വിരിഞ്ഞ നെഞ്ഞ്. ബഈദുമാ ബൈനൽ മൻകിബൈൻ, രണ്ട് ചുമലിന്റെ ഇടയിൽ നല്ല വിശാലമാകും. നെഞ്ഞ് വിശുമ്പോ ഉണ്ടാവും. മറ്റേതാകുമ്പോ ഇങ്ങനെ കോർത്തിട്ട് നെഞ്ഞ് കോർത്തിട്ട് ഇങ്ങനെ ഉരുളുണ്ടല്ലോ. കുപ്പായ അടിക്കുമ്പോൾ തന്നെ കുപ്പായത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും. എല്ലാം എന്താക്കും, ഈ കോളർ തൂങ്ങി കിടക്കും. ചുമലിന്റെ കോളർ ഈ ഇങ്ങനെ തൂക്കിയാൽ ഇവിടെ അല്ലേ അടിക്കുന്ന ആൾ സമാക്കണ്ട്. ഇയാളെ ഈ കഴുത്ത് ഇങ്ങനെ കുടുങ്ങിയപ്പോ ഇത് തൂങ്ങിയിട്ട് പുറത്തേക്ക് തൂങ്ങി കിടക്കുമല്ല. അതില്ല. ബഈദും അപ്പൊ അരീദു സദ്റും ബഈദുമാ ബൈനൽ മൻകിബൈൻ ഒത്തുപോകും. ലഹ്മുൽ കറാദീസ് എന്ന് പറഞ്ഞാൽ 10-ാം നമ്പർ നോക്ക്. കൽ കറാദീസ് എന്ന് പറഞ്ഞാൽ ജംഉ ഖുർദൂസ് എന്നതിന് ജമ്മാണ്. വഹുവ റഅസുൽ ഇദാമി വ മജ്മഉ, ചേർത്ത് വെച്ച ജോയിൻസ് ഉണ്ടല്ലോ, സന്ധികള് ജോയിന്റ്. അതെന്താകും കറുക്കുപത്തി ഒന്ന് മുട്ട് മങ്കി ചുമൽ, ഇങ്ങനെ പല സ്ഥലത്തും ജോയിന്റ് ഉണ്ടല്ലോ. അത് അന്നഹു കാന അദീമ റൂസിൽ ഇളാമി വ മജ്മഅഹ വ ഖവിയ്യഹ, അത് നല്ല അദീമാണ്. അത് ആ ജോയിന്റിന്റെ സ്ഥലത്ത് പേശികൾ നല്ല ഉറപ്പുള്ളതും ശക്തിയുള്ളതുമാണ്. വയദുല്ലു ദാലിക അലാ കമാലി ഖുവാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ വലിയ ഖുവ്വത്തുണ്ടല്ലോ, ശക്തി. ആ ശക്തിയുടെ ഖുവ്വത്തുമില്ലത് അറിയിക്കുന്ന ലക്ഷണമാണ്, ശാരീരിക ലക്ഷണം. അത് തീർന്നേ. ഇനി അടുത്തത് അൻവറുൽ മുതജദ്ദിദ്. മുതജദ്ദിദിനാണ് അൻവർ സിഫത്ത്. അതായത് വസ്ത്രം പതിയാത്ത സ്ഥലമുണ്ടാവും. മുതജദ്ദിദ് എല്ലാ സ്ഥലത്തും മൂടിപ്പറിച്ച് കെട്ടി വന്നാക്കാനല്ലല്ലോ, മയ്യത്ത് പോലെയല്ലല്ലോ. അതാ, അത് പ്രകാശമുള്ളതാണ്. എന്താ വെച്ചാലോ മൈക്ക്
യാനി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻവറുൽ ഉളുവി അൽ മുതജദ്ദിദി. അപ്പം അൻവർ എന്നുള്ളത് മുതജദ്ദിദിന സിഫത്ത്, മുതജദ്ദിദായ ഭാഗം അൻവറായവര് എന്നിന്റെ അനിസ്തൗബി, സൗബിനെ തൊട്ട് അവസാനം വസ്ത്രം പതിയാത്ത സ്ഥലങ്ങൾ നല്ല പ്രകാശിക്കുന്ന കളറായിരിക്കും. ഷദീദ് ബയാനിഹി, ബയാനില്ല. ഇനി ഒന്ന് മൗസൂലു മാ ബൈനൽ ലബ്ബത്തി വസുറത്തി. ലബ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് നെഞ്ചിന്റെ കുഴി. തന്നെ അവിടുത്തെ മറിച്ചിട്ടുണ്ടാകും. അപ്പം എന്നാലും പറ്റ മൂടി കിട്ടുമില്ല. അപ്പം വസ്ത്രം പതിയാത്ത സ്ഥലത്തിന് മുത്തജദ്ദിദ്. മൗസൂലും മാബൈനൽ ലബ്ബത്തി വസുറത്തി എന്ന് പറഞ്ഞാൽ സുറത്ത് ഏതാ പോക്ക്, ലബ്ബത്ത് ഏതാ ഇത് തമ്മിൽ ഇങ്ങനെ എന്താക്കും, രോമം കൊണ്ട് രോമരേഖ കൊണ്ടെന്താ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും. ഇങ്ങനെ രേഖ പോകുന്നുണ്ടാവും. ഒരു നൂല് പോലെ എന്താക്കും നടക്കുന്ന ഒരു ഷാറ് കൊണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നായി പറഞ്ഞു. അത്രത്തോളം മൂപ്പർ നോക്കി. അത് നോക്ക്, അല്ലബ്ബത്തു എന്ന് പറഞ്ഞാൽ നുക്റത്തു ഫൗക സദ്രി, നെഞ്ചിന്റെ മേലെ കാണുന്ന കുഴിക്കാന്ന് പറയുന്നത് ഇത് ലബ്ബത്ത്. അപ്പൊ ഇവിടെ തൊട്ടൊക്കെ കാണുമല്ലോ. പിന്നെ സുറത്ത് എന്ന് പറഞ്ഞാൽ മാ ബഖിയ ബഅദൽ ഖത്ഇ, പ്രസവിക്കുന്ന അവസരത്തിൽ മുറിച്ചതിന് ശേഷമുള്ള, അത് പിന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് മുറിച്ചതിന് ശേഷം ബാക്കിയുള്ളത് സുറത്ത്. അപ്പൊ ഇപ്പൊ എല്ലാം സുറത്താ ഉണ്ടാകുക. ജനിക്കുമ്പോ സുറുണ്ടാവും, സുറ് മുറിച്ചിട്ട് പോയി. അപ്പൊ മക്കത്തു സുറത്തി എന്ന് പറയാൻ പാടില്ല. അപ്പൊ മുറിച്ചതിന്റെ മേലെ കൊണ്ട് മുറിക്കേണ്ടി വരും. മക്കത്തു സുറ് ഒന്നിപ്പോ പറഞ്ഞൂടാ, നാളേക്ക് പാർട്ടി മൊബൈല് പാർട്ടി വന്നേളി. അതിപ്പോ സമുദായം പേടിക്കേണ്ടത്. അന്നന്വേഷണ നിസ്ബാണോ അല്ല, ഒരു പാർട്ടി, അതിന്റെ പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, മൂന്നാണ്ടേ. അതെ അതെ, ഒരു രേഖ ഉണ്ടായിരുന്നു, ദഖീഖുൽ മസ്റൂബ. അതാണ് ഇത് ബിശഅരിൻ യജ്രി കൽ ഖത്തി വഅമ്മല്ലദീ യുഖ്തഉ ഇൻദൽ ബിലാദത്തി. അതടക്ക് പറഞ്ഞതാ. ബിലാദത്തിന്റെ നേരത്ത് മുറിക്കുന്നത് ഫഹുവ സുർറു. കണ്ട താപോയി. അപ്പൊ ഏതെങ്കിലും ഇബാറത്തിൽ മഖ്തൂ സുറത്തി എന്നുണ്ട താ വായിക്കണോന്നർത്ഥം, അല്ലെങ്കിൽ മുറിച്ച് തന്നെ ഓണോ മുറിച്ച് അർത്ഥം കിട്ടുന്നത്. അപ്പൊ പൊക്കിന്റെയും ഇതുണ്ടെന്താക്കോ നേരെ വര, രോമത്തിന്റെ വര നേരിയത് നൈസ് രോമം കൂട്ടിച്ചേർക്കും. ഇനി അരീലു സദരി, അതിപ്പോ നമ്മ തന്നെ അതിപ്പോ വായിച്ചല്ല. ആരിയ സദിയൈനി വൽ ബത്നി, രണ്ട് മുലയും അതുപോലെ ബത്തനും മിമ്മ ശിവാദാലിക്ക, മേൽ പറയപ്പെട്ടത് ഒഴിഞ്ഞിട്ടിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്, അവിടെ രോമങ്ങളില്ല. ലബ്ബത്തിന്റെയും സുറത്തിന്റെ ഇടയിൽ ഒരു രേഖ പോലത്തെ രോമമുണ്ട്. ആരിയ സദിയൈനി രണ്ട് മുലയും ബത്തനും മിമ്മ ശിവാദാലിക്ക, ആര്യന്റെ ബാക്കിയാണ് മിമ്മ ശിവാദാലിക്, മേൽ പറയപ്പെട്ട ആ ലബ്ബത്ത് മസ്റൂബത്ത് അതല്ലാത്ത ഓർമ്മയില്ല. അത് ഖാലിയത് സദിയൈനി വൽ ബത്നി മിനശ് ശഅർ, വേറെ രോമങ്ങളില്ല. അതെപ്പോഴും എല്ലാവർക്കും കാണൂല, ആഴ്ചയൊക്കെ കാണുള്ളൂ. ഇനി അസ്അറുൽ ദിറാഅൈനി വൽ മൻകിബൈനി വഅആലി സദ്രി, സദറിന്റെ മേൽഭാഗങ്ങളും അഅലാന്റെ ജമ് അആലി, മൻകിബൈനിയും രണ്ട് ചുമരും ദിറാഅിനെയൊക്കെ രോമങ്ങളുണ്ട്. അതാ ഐ കസീറു ശഅരി ഹാദിഹിൽ മവാദിഇ സലാസ, മൂന്ന് സ്ഥലമല്ല, ഒന്ന് ദിറാഅൈനി കയ്യിന്റെ ഒരു ഭാഗം, ഇതിന് കഫ് അല്ലേ, ഇതിന് ദിറാഅ്, ഇതിന് ആദുദ്, ഇതാ ദിറാഅൈനി. ഇവിടെ രോമങ്ങളുണ്ട് രണ്ട് ദിറാഇല്. സദറിന്റെ മേൽഭാഗത്തും എന്തുണ്ട്, ദിറാഉണ്ട്. പിന്നെ മൻകിബീനിലും രോമങ്ങളുണ്ട്. അത് മൂന്ന് സ്ഥലമായില്ലേ, ഹാദിഹിൽ മവാദിഇ സലാസ. ആ രോമം കാണുമ്പോൾ ഇപ്പൊ തോന്നുന്നു നമ്മളെ അബ്ദുസ്സമീ അനീസ് തങ്ങളെ കൈ നോക്കി അവയെ മനസ്സിലാക്കാം. നമ്മൾ അവിടെ ഹദീസ് ഉണ്ടല്ലോ, ആൾ വളരെ വ്യക്തമായിട്ട് സമാസമുണ്ടല്ലോ. അബ്ദുസ്സമീൻ ആ നിയോജനല്ല, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നോക്കിയാലേ നമുക്ക് കാണാവുന്ന ഒരു മസാല പറഞ്ഞതേ ഉള്ളൂ. ഇനി തവീലു ദന്തൈനി,
ഏതാ പിന്നെ വായിക്കാൻ പറ്റുന്ന റബീലു സന്തൈനി വാസിഉൽ കഫി അല്ല റഹബുർ റാഹത്തി, ഉള്ളം കൈ വളരെ വിശാലമാണ്. അതാ ദാനത്തമ്മൽ അറിയിക്കും ഉള്ളം കൈൻ്റെ വിശാലത. അതാ 15 വാസിഉൽ കഫ്, സന്ത് എന്ന് പറഞ്ഞാൽ ഈ തണ്ടൻ കൈയുടെ തണ്ട്. ഷസിനുൽ കഫൈനി വൽ ഖദമൈനി, 2 കദമിനും 2 കഫും. അപ്പോൾ കൈയിലേക്ക് ചേർത്ത കഫൈനിയായി, അത് കാലിലേക്ക് ചേർത്താൽ കദമേനിയായി. അത് രണ്ടും എന്താണ്? ഷസ്ന് എന്ന് പറഞ്ഞാൽ ലഹമുൽ കഫൈനി വൽ ഖദമൈനി വൽ മാന മുംതലിഉൽ കഫൈനി വൽ ഖദമൈനി എന്ന് പറഞ്ഞാലോ, അത് നല്ല മാംസം ഉണ്ട്, അതോടൊപ്പം തന്നെ മെലിഞ്ഞ് എല്ലും തോലും വെളിവാകുന്ന സൈസിലല്ല. ലൈസ ബില്ലഈഫിൻ നഹീൽ, മെലിഞ്ഞിട്ട് പറ്റ എല്ലും വെളിപ്പെടുന്ന സൈസും അല്ല, നല്ല മാംസം ശക്തിപ്പെട്ടതാണ്. ഷസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത്. സായിലുൽ അത്റാഫ്, സായിലി ഔ ഖാല ഷായിലുൽ അത്റാഫ് എന്താ വ്യത്യാസമുള്ളത്? സായിൽ എന്ന് പറയുമ്പോൾ പുള്ളി ഇല്ലാത്ത സീനായിരിക്കും, മറ്റൊരു പുള്ളി ഉള്ളതാണ്. അപ്പോൾ ഔ ഖാല എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പറഞ്ഞാളാര് അശക്കു മിനർ റാവി, റാവിൻ്റെ ശക്കാണ്. അതായത് ഹിന്ദിൻ്റെ വക്കൽ നിന്ന് ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഹസൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ കാർനൂർ പറഞ്ഞത് ഷായിൽ എന്നാണോ സായിൽ എന്നാണോ എന്നൊരു ഇഷ്കാലി. മാന രണ്ടും തന്നെ അത്ര അവരെ സൂക്ഷിച്ചിട്ടുണ്ട്. റാവിൻ്റെ മക്കൾ നിന്നുള്ള ഷക്കുർ റാവി എന്ന് പറഞ്ഞാൽ ഈ റിവായത്ത് ചെയ്യുന്ന ആള് പറഞ്ഞാണ് സായിൽ എന്നാണോ ഷായിൽ എന്നാണോ പറഞ്ഞത്. അത്വാഫ് എന്ന് പറഞ്ഞാൽ എന്താ? അംഗങ്ങൾ. അത് അശക്കു മിനർ റാവി വൽ മഅന أنه صلى الله عليه وسلم كان مرتفع الأطراف بلحدي داب والانقباض. അംഗങ്ങൾക്ക് വളവും തിരിവുകളോ അല്ലെങ്കിലോ ഇങ്ങനെ വളഞ്ഞിട്ടും ആക്കിയിട്ടുള്ള കാലുകൾക്ക് ചിലന്താക്കും ഇങ്ങനെ വളഞ്ഞാലുണ്ടാവും, പുറഞ്ഞാൽ ചിലത് കൈ ഇങ്ങനെ അപ്പുറം നിർത്താൻ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും. ഈ ജാതി വളവും തിരിവുകളൊന്നുമില്ല, എല്ലാം നല്ല ചൊവ്വാ രീതിയിൽ തന്നെയാണ്. അപ്പൊ സായിലിന്റെ അർത്ഥം അങ്ങനെ തന്നെ, ഷായിൽ എന്ന് പറഞ്ഞാലും അർത്ഥം തന്നെ അല്ലേ? കാന മുർത്തഫി അൽ അത്റാഫി ബിലഹദീദാബ്, ഇഹ്ദീദാബ് എന്ന് പറഞ്ഞാൽ വളവ് തിരിച്ചലി, ട്വിസ്റ്റ് ഇതല്ല, ട്വിസ്റ്റഡ് ഇങ്ങനെയൊന്നും വളവ്. ഇഞ്ചിമാത് എന്ന് പറഞ്ഞാൽ ചുരുണ്ടുപോക്ക്, കൈ ശരിക്കും നിർത്താൻ കഴിയൂല, അങ്ങനത്തെ ഒന്നുമില്ല. ഇനി കാല പറയുന്നത് ഹുംസാനുൽ അഹ്മസൈനി. അഹ്മസ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖദമു, കാലി. ഹുവൽ മൗളിഉ അല്ലദീ ലാ യമസ്സുൽ അർള ഇൻദ വതിഹാ, ചവിട്ടിയാൽ ഭൂമിയിൽ ഒട്ടി നിൽക്കാത്ത ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാവും നടുവിൽ, ഉള്ളംകാല് എന്ന് പറയുന്നത് അല്ലേ? അൻ മിൻ മസ്തിൽ ഖദമി, ഖദമിൻ നടുവിലായിരിക്കും അത്. അഹ്മസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? വൽ മാന ഹുംസാനുൽ അഹ്മസൈനി എന്നും ഇവിടെ പറഞ്ഞില്ലേ? അത് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ശദീദുൻ തജാഫിൽ അഹ്മസൈനി അനിൽ അർളി, കാല് ഭൂമിയിൽ വെച്ചാൽ ഇതിൻ്റെ അടി മുട്ടാത്ത രീതിയിൽ എന്താക്കും, കുറച്ച് അകലെ ഉണ്ടാവും. അപ്പം നനഞ്ഞ കാലോടെ ചവിട്ടിയൊക്കെ കാണാം, അത് പതിയാണ്ട് അവിടെ കാലി ഭൂമിയും ഇവിടെ എല്ലാം നനവും കാണാം. ചില കാലം എന്താക്കും ഒരുപോലെ പതിയും, അതിന് വേറെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ഇത് അതെ തങ്ങൾ കൊടുത്തതാണ്. ലാക്കിൻ അലാ വജ്ഹിൻ ലാ യുഖ്രിജുഹു അൻ ഹദ്ദിൽ ഇഅ്തിദാൽ വൽ ജമാഅ, ഇടക്കിടക്കേ പറയും ഇഅ്തിദാല് ജമാലിയത്ത് ആ നടുത്തരത്തിൽ നിന്ന് പുറത്തു പോകാതെ കണ്ട് മനുഷ്യരുടെ പൊന്തിയിട്ട് ഇങ്ങനെ വീടം പോലെ പൊന്തിന്നല്ല അതിൻ്റെ വായന. അത് തീർന്നില്ലേ? ഇനി മസീഹുൽ ഖദമൈന്, 2 ഖദമിൽ നല്ല മിനുസുണ്ട്, പെരുപെരുപ്പനില്ല. യംബു അൻഹുമൽ മാ, വെള്ളം ഒഴിച്ചാൽ വെള്ളം വേഗം ഒഴുകിപ്പോകുന്ന പറഞ്ഞത്. മിനുസുള്ള ശരീരത്തിൽ അതിൻ്റെ അർത്ഥം പറയുന്നതാ ഐ അംലസുൽ ഖദമൈനി വ മുസ്തവിയുഹുമാ ബിലാ തകസ്സുരിൻ, ഇടയ്ക്ക് ചുക്കിച്ചുളിവുകളില്ലാതെ കണ്ട് മുസ്തവിയായ ഖദമാണ്. വലിദാലിക, അതുകൊണ്ട് യംബു അൻഹുമൽ മാ, വെള്ളം ഒഴിച്ചാൽ എന്താക്കും? വെള്ളം വേഗം ഒഴുകിയിട്ട് വെള്ളം അകന്നു പോകുമെന്ന് പറഞ്ഞാൽ ഈ ചുളിവുണ്ടെങ്കിലല്ലേ വെള്ളം കെട്ടിക്കിടക്കലേ. അയ്യതബാഅദു അൻഹുമൽ മാഉ,
يعني أنه صلى الله عليه وسلم إذا صب عليهم الماء مر سريعا അതിന് മേലെ വെള്ളം നനച്ച لأنهما مستبيتان അടകടക്ക് വലയോ ചുണിയോ ആനത്തോല് പോലെ ഒന്നും കട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇദാ സാല സാല ഖിലഅൻ അതാണ് പറയുന്നത്. ഇദാ സാല അതാ ഖിലഅൻ. നാലാമത്തെ നോക്ക്, يعني أنه صلى الله عليه وسلم إذا مشى رفع رجليه بقوة നടക്കുന്ന അവസരത്തിൽ കാലുയർത്തൽ നല്ല ശക്തിയോടെ കാലുയർത്തും. കാന്നഹു ജക്കലൗഷേൻ അതെങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ, ഭൂമിയിൽ നട്ട സാധനം വലിച്ചെടുക്കും പോലെ ശക്തിയോടെ വരും. അപ്പം വല യജുർഹുമാനല്ലാതെ ഭൂമിയിലേക്ക് ഇങ്ങനെ വലിച്ചു പോക്കല്ല, ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകില്ല. അപ്പൊ കാലിന് ശക്തി ഇല്ലാത്ത ആൾ നടക്കുമ്പോൾ എന്താക്കും, കാല് വലിച്ചിട്ട് ചെറിയവിനോട് വലിക്കലില്ലേ, അതല്ല. വല യംഷി മിസിയത്തൽ മുഖ്താൽ കിബിറ് കാട്ടുന്ന ഒരാളെ നടത്തം പോലെ നടക്കൂല. അല്ലദി യുഖാലിബു ഖുതാഹു തബഖ്തുറൻ, അയാൾ കാലിൽ ചവിട്ടുണ്ടാക്കും ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് കിബിറ് കാട്ടുന്ന ആളെ നടത്തുവല്ല. നടത്തത്തിന്റെ ഒരു വസ്തുണ്ട്, കാല് നല്ലോണം പൊക്കും. യഖ്തു എന്നിട്ടോ നടക്കുന്ന തകഫിയൻ, തകഫിയൻ മാ ഇരൻ ഇലാ സനനിൽ മഷിയി, നടക്കുന്ന പോകുന്ന മുമ്പാക്കുണ്ടല്ലോ, എങ്ങോട്ടാണോ നടക്കുന്നത് ആ ഭാഗത്തേക്ക് ചായും. അതായത് മാബൈനേതൈ ബേക്കോട്ടല്ലല്ലോ നടക്കുന്നത്. അവ മുന്നോട്ട് ചാഞ്ഞു എന്ന് പറഞ്ഞാലും സബനിൽ മഷി എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. ഇനിയോ പോകുന്ന ഭാഗത്തേക്ക് അല്പം ചായും. ഇനിയോ വയംഷി ഹൗനൻ അൽ ഹൗനീന് സാവധാനം. ആ നടത്തം എന്ന് വെച്ചാൽ സാവധാനം നടക്കും, പടപട ഓടലും ചാടലും പടപട പടപടയെങ്കിലും ഒന്നുമില്ല. വൽ മഅന അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ മശാ യർഫഉ റിജ്ലൈഹി അനിൽ അർദി ബിഖുവ്വത്തിൻ, അത് നേരത്തെ പറഞ്ഞു. കമാ ദല്ല അലൈഹി ഖൗലു ഇബ്നു അബീ ഹാല. ഇത് ഇദാ സാല സാല ഖിലഅൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഇനിയോ അത് വഇദാ വദഅഹുമാ അലൽ അർദി, ഭൂമിയിലേക്ക്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ചർച്ച. ആദ്യം ഇദാ സാല സാല ഖിലഅൻ അബൂഹാല പറഞ്ഞതിൻ്റെ അർത്ഥം തൈ നടക്കുമ്പോൾ കുമ്പത്തി. ഇനി കാല് വെക്കുമ്പോൾ എന്താണെന്ന് ഇപ്പോൾ ചർച്ച. വഇദാ വദഅഹുമാ അലൽ അർദി വദഅഹുമാ ബിരിഫ്ഖിൻ വതുഊദത്തിൻ, സാവധാനത്തിലും റിഫ്കോട് കൂടി വെക്കും. എന്നല്ലാണ്ട് ചവിട്ടിയിട്ട് ഒരു കാലുകൊണ്ട് ഒരു കുത്തെല്ലാം കൊടുത്തിട്ടല്ല നടത്തൽ. അബൂഹല പറഞ്ഞു നോക്കി, ഇതാ സാല സാല ഖിലഅൻ എന്ന് പറയുമ്പോൾ കാല് പൊക്കുന്നതിന്റെ, വയംഷി ഹൗനൻ എന്ന് രണ്ടാമത് പറഞ്ഞ് കാല് വെക്കുന്നതിന്റെ ലക്ഷണം. അപ്പൊ പൊക്കലും വെക്കലായ നടത്തം പൂർത്തിയായി. അപ്പൊ ഫഹുവ യുഷീറു ഇലാ കൈഫിയത്തി വദഇ റിജ്ലൈഹി അലൽ അർദി, രണ്ട് കാലും ഭൂമിയിലേക്ക് വെക്കുന്നതിന് കൈഫിയത്താണ് യംഷി ഹൗനൻ എന്ന് പറഞ്ഞത് അല്ലേ. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന എന്ന് പറഞ്ഞ അടുത്തേക്ക് എത്തി. വഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യംശി ബിസകീനത്തിൻ വവഖാരിൻ വഹിൽമിൻ വഅനാത്തിൻ, വളരെ സാവധാനത്തിലും അതോടുകൂടി തന്നെ നല്ല ഹിൽമോടുകൂടിയും വഖാർ സക്കീനത്തോടു കൂടിയാണ് നടക്കല്. ദൂന അൻ യദ്രിബ ബിരിജ്ലിഹിൽ അർള, ഭൂമിക്കൊരു അടി കൊടുക്കൂല കാലോണ്ട്. ആ യഖ്ഫിക്കാൻ ബിനയിലെ ചെരുപ്പ് കൊണ്ട് അടിക്കലുണ്ടല്ല, അതൊന്നും ഉണ്ടാവില്ല. ഇനി ദരീഅൽ മിശിയത്താണ് ഇനി പറയാൻ പോകുന്നത്. ഐ വാസിഅൽ ഖുതുബത്തി ഖിൽഖതൻ ബിലാ തകല്ലുഫ്, അല്ല അവിടത്തേക്ക് എത്തിയിട്ടില്ല. വാസനാ അല്ലാഹു സുബ്ഹാനഹു അലല്ലദീന യംശൂന ഹാദിഹിൽ മശിയ, ഇത്തരത്തിലുള്ള നടത്തമാണ് നടക്കേണ്ടത് എന്ന് അല്ലാഹു തആല വർണ്ണിച്ചതടെ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, നടത്തത്തിനെ പറ്റിയാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്ന ആയത്ത് പറഞ്ഞില്ലേ സൂറത്ത് 7 ഫുർഖാനിൽ. വതറാഹും യംശൂന ഫിൽ അർളി ഹൗന, ഇമാം സാഹിദ് വർണ്ണിച്ചല്ലോ. വതറാഹും യംശൂന ഫിൽ അർളി ഹൗന. ബുഖാരി റാത്തിബിലി ഇമാം സാഹിദ് തങ്ങൾ അവലേക്കളെ വർണ്ണിച്ചത് അവിടെ കാണാം. അനാത്ത് സാവധാനം, അതായത് അനാത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്,
ശിക്ഷിക്കാൻ കഴിയുമെങ്കിലും ശിക്ഷിക്കാതിരിക്കലാണ് അനാഥിന്റെ വാക്ക്. അപ്പൊ ഭൂമിക്ക് ഒരു ശിക്ഷ കൊടുക്കുമ്പോൾ ചവിട്ടിനൊരു കൊല്ലനി നമ്മെന്തെങ്കിലും കൊല്ലുമ്പോഴോ ചവിട്ട് കൊടുക്കലില്ലേ? അതും അനാഥ്. ഹിൽമിനോട് യോജിക്കുന്നതാണ് മുഖ്താർ. ശിക്ഷിക്കാൻ കഴിയും, മറുവശം ശിക്ഷ അർഹരാണ്. എന്നാലും തഖീറുൽ ഉഖൂബത്തി മഅൽ ഖുദ്റത്തി അലൈഹ. പേജ് അപ്പൊ നടത്തും പറഞ്ഞില്ലേ. അപ്പൊ കാലിന്റെ വെക്കലും പൊക്കലും പറഞ്ഞു. ഇനി ദരീഅൽ മിശിയത്ത് എന്താണ്? നമുക്ക് വാസിഅൽ ഖുത്വത്തി ഖിൽഖതൻ. അപ്പൊ ചവിട്ട് വെക്കുമ്പോ അതിനനുസരിച്ച് കുറച്ച് ദൂരം ഉണ്ടാവും. അടുപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടല്ല, നടന്നാലും നടക്കാത്ത കൊണ്ടുണ്ടല്ലോ. ചില കുടിയെല്ലാം പിടിച്ചൊരു ജാഥ പോകുമ്പോഴെല്ലാം കാണല്ല, ഒരു നടക്കുന്നുണ്ടാവും നടക്കുന്നുണ്ടാവും ചെയ്യില്ല. ചിലപ്പം ബേക്കോട്ട നടക്കണ്ടാവുന്ന, അല്ലെങ്കിൽ നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കപ്പാൽ തുടങ്ങിയ കരിമ്പത്തെത്തി പോകില്ലേ. ഇത് നേരം കൂട്ടണ്ടേ, മകഞ്ഞ ഭാഗം ഉണ്ടാവും. അപ്പൊ നടക്കണോ നടക്കേണ്ടതില്ല അലക്കല്ല. അപ്പൊ ഇപ്പോഴത്തെ ഖുത്വത്ത് ഏതാണ്? 2 കദം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള അകലത്തിനാണ് ഖുത്വത്ത് എന്നറിയാം. സാധാരണ നടത്തത്തിൽ ഒരു കോല് 72 സെന്റിമീറ്റർ പറയാം. കുറച്ച് സ്പീഡക്കുന്നാക്ക് 80 ഉണ്ടാവും. കുറച്ച് നീട്ടി വലിച്ച 1 മീറ്റർ ഉണ്ടാവും. അങ്ങനെയാണ് ഭൂമി അളക്കാൻ പോകുമ്പോൾ കാല് വെച്ചിട്ട് അളന്നു നോക്കിയാൽ ഇത്ര സെന്റ് ഉണ്ടെന്ന് കൃത്യമായി പറയാം. അപ്പൊ ഈ കദമിന്റെ ആ കദമിന്റെ ഇടയിലുള്ള ഒഴിഞ്ഞ സ്ഥലം അളന്നാൽ 1 മീറ്റർ എന്താ തക്കല്ലുപ്പ് വേണം. ഇങ്ങനെ നടക്കണ്ടേ, അത് നടത്താൻ ആദ്യമല്ല. സാധാരണ ഒരു 3/4 മീറ്റർ എന്ന് കൂട്ടാം. അതുകൊണ്ടാണ് 1000 ചവിട്ടാണ് സഫാ മർവാന്റെ ഇടയിലെ ദൂരം എന്ന പഴയ കിതാബിൽ പറഞ്ഞു. 1000 ചവിട്ട് കൂട്ടിയ 1 കിലോമീറ്റർ. പക്ഷെ ചവിട്ട് 1 മീറ്ററാന്ന് വെച്ചുകൊണ്ടാ പറയുന്നത്. അത്ര ദൂരം പക്കലില്ലല്ല. അപ്പൊ 3/4 എന്ന് പറഞ്ഞത് ശരിയാണ്. ഇനി നടത്തം വീണ്ടും വരാം. ഇതാ മഷ നടക്കുകയാണെങ്കിൽ സബബ് എന്ന് പറഞ്ഞാൽ എന്താ? ഉയരമുള്ള സ്ഥലം. അപ്പൊ എന്ന് പറഞ്ഞത് ഒരു ഉയർന്ന സ്ഥലത്തുനിന്ന് ഒരു കുന്നുകയും പോലെ. അപ്പൊ എന്താ? അപ്പൊ മുന്നോട്ട് ചായുക എന്ന് പറഞ്ഞതും ശരിയാണ്. എന്തുകൊണ്ടെന്നറിയോ? നമ്മ അത് വെച്ച് നോക്കി. നമ്മ വന്നിട്ട് കിതാബില്ല, വന്നു ദുബൈന്ന് ഇവിടുന്ന് മലേഷ്യൻ ഒമാനും നോക്കിയ കിതാബ് ഇപ്പൊ. അപ്പൊ ഈ നടന്ന് കാണിക്കാമോ എന്ന് അബ്ദുസമയം ഉസ്താദിനോട് ചോദിച്ചാൽ പറഞ്ഞ അങ്ങനെ ഈ മുത്തവാത്ത് ഇതില്ലേ മുസൽസലായ ഹദീസ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ നടത്തോന്ന് എന്താക്കുക? സഹാബി വർണ്ണിക്കും, സഹാബി താബീനെ പറഞ്ഞു കൊടുക്കും, അങ്ങനെ നടന്ന് കാണിക്കും. അങ്ങനെ കിട്ടിയിട്ടില്ല, നമ്മൊന്നും ചോദിച്ചല്ല. അപ്പൊ മറ്റേ കിതാബി പറഞ്ഞ ആ രൂപം വെച്ചൊക്കെ എന്താ കിട്ടുക എന്ന് പറഞ്ഞാല്, ഇങ്ങനെ സമമായ സ്ഥലത്ത് വെച്ചാൽ മനുഷ്യന്റെ പ്രകൃതി എങ്ങനെ ഉണ്ടാകല്? ദൗഡിന് 90 അല്ലേ? അപ്പോൾ ഈ ഭൂമി അങ്ങനെ ഇങ്ങോട്ട് പൊക്ക്. അപ്പൊ എന്താക്കി? ഉയർന്നിട്ട് ഇപ്പുറത്താണ്. ഇപ്പുറത്താകുമ്പോ ശരീരം എന്താക്കും? അത് നേരെയാക്കാൻ വേണ്ടി, ഇത് അതിന്റെ ബോഡി ശരിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് കഴിയും. അതെ. അപ്പൊ ഉയർന്ന സ്ഥലത്ത് താഴ്ന്ന സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് മുന്നോട്ട് കഴിയും. കയറ്റം കയറുമ്പോൾ എന്താക്കും? നേരത്തെ അപ്പുറം പൊന്തിക്കഴിഞ്ഞാൽ ശരീരം ഇങ്ങനെ പൊന്തും. ശരീരത്തിലൂടെ ഒരു കളിയുണ്ട്. ആ വളവ് പോലെ വളഞ്ഞു നിൽക്കില്ല. അത് നേരെ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ എന്താക്കും? കുറച്ച് നീരും. അതെ, മുന്നോട്ട്. അതന്നെ രണ്ടും തന്നെ. അതാ ഇനി തിരിഞ്ഞു നോക്കിയാണ് ശരീരം മുഴുവൻ കൊണ്ട് തിരിഞ്ഞു നോക്കുമെന്ന്. കഴുത്ത് മാത്രം തിരിക്കലല്ല. അതാ എനിക്കിപ്പോൾ ഓർമ്മയാണ്. മുഹമ്മദ് അലി ഷെയ്ഖിനോട് വത്തനം റോട്ടും വന്ന വത്തനം പറയുമ്പോൾ നേരെ തിരിഞ്ഞപ്പോഴത്തേക്കും കഴുത്ത് മാത്രം തിരിക്കലല്ല, തേച്ചു. അതാ ലാ യുസാരിക്കുന്ന ഈ കട്ടു നോക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. വലായൽവി ഉലുക്കഹു ജുംനത്തൻ വലാ യുസ്റത്തൻ, ഇടത്തോട്ടോ വലത്തോട്ടോ കഴുത്തു മാത്രം തിരിക്കലല്ല. കമാ യഫ്അലു ദാലിക ത്വായിസുൽ ഖഫീഫ്, അത് ചില ബടായിക്കാർ ചെയ്യുന്ന പണിയാണ്. അപ്പൊ തിരിഞ്ഞു നോക്കിയാണ് ശരീരം കൊണ്ട് തന്നെ തിരിയും.
അടുത്തത് പറയുന്നത് എന്താ? ഖാഫിലു തറഫി, കണ്ണ് താക്കലാണ്. കണ്ണ് താക്കൽ എന്ന് പറഞ്ഞാൽ എപ്പോൾ മൊട്ടക്കണ്ണ് വെച്ച് നോക്കൂല, കണ്ണിന് പോടെന്താക്കും താക്കും. അതാ അൽ മുറാദു ബി തറഫി ഹുന അൽ അയിൻ, കണ്ണ് ഖഫല. വൽ മഅന അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലം യൻളുർ ഇലാ ഷൈഇൻ, ഒരു വസ്തുവിലേക്ക് പ്രത്യേകം നോക്കുന്നില്ലെങ്കിൽ യഖ്ഫിദു ബസറഹു, ബസർ താത്തിട്ടുണ്ടാകുക. വഹാദാ ഷൈനുൽ മുതഅമ്മിലിൽ മുഫക്കിർ, ചിന്തയിൽ മുഴുകുന്ന മുതഅമ്മിലായ ഒരാളുടെ സ്വഭാവമാണ് കണ്ണിങ്ങനെ താത്തിട്ട് കണ്ണിന് ടെൻഷൻ കൊടുക്കാതെ എന്താക്കും, കണ്ണിന് സ്വഭാവത്തിലൊന്നും വിടും. നോക്കണ്ടേ വന്നാൽ കണ്ടു തുറക്കും. അപ്പം നളുറുഹു ഇലൽ അർളി, ഭൂമിയിലേക്കുള്ള നോട്ടം അത്വലു മിൻ നളുരിഹി ഇലസ്സമാ, ആകാശത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഭൂമിയിലേക്കുള്ള നോട്ടം. കണ്ടോ? അപ്പോൾ നമ്മൾ ഉപ്പയെല്ലാം എന്താക്കും, തലാത്തിട്ട് ഇങ്ങനെ ഭൂമിയിലേക്ക് നോക്കി നടക്കുമ്പോൾ ചിലർ ഐബായിട്ട് പറയില്ല, എന്താ നിലത്തെന്താ വീണ എന്നിട്ട് പരിധി നോക്കും പോലെ അല്ല ഇവൻ പറയും പോലെ നടക്കാൻ ഇങ്ങനെ നോക്കിയിട്ട്. ഉറുപ്പൊക്കെ കുറേ കുറവുണ്ടെത്തും, ജാഹലിങ്ങളെ കുറവ്, ഉറുമ്പിനൊന്നും കിട്ടൂല ചോറിക്കുമ്പോൾ. എന്നിട്ട് അല്ല പറയുന്നത് ഉറുമ്പിൻ്റെ റബ്ബ് വേറുണ്ടല്ലോ, എന്നോട് ചോറ് എടുക്കാൻ പറ്റില്ല. അപ്പൊ പകുതി വേറണോ? കടന്നിലേക്കുമ്പോ നസർ മർ കഥം, കഥം എന്ന് പറഞ്ഞാൽ കഥം പതിയുന്ന സ്ഥലത്ത് നോക്കണം. കഥമ്മിലേക്ക് നന്ന നോക്കിയപ്പോ കാണൂലല്ല. അതായത് ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ള വാൾ പോസ്റ്റെല്ലാം വായിച്ചുകൊണ്ട് നടക്കണ്ടെന്നാ പറയുന്നത്. അതാ വൽ മഅന അന്ന നദറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ അർളി അല സുകൂതി വഅദമി തഹദ്ദുസ്, സംസാരമില്ലാതെ സുകൂത്താകുന്ന അവസരത്തിൽ തങ്ങളുടെ നോട്ടം അത്വലു, അത് ദീർഘമാകും, മിൻ നദറിഹി ഇലസ്സമ, ആകാശത്തിലേക്ക് നോക്കുന്നതിനേക്കാണ് കൂടുതൽ. അപ്പൊ എന്താകും, ചില പ്രത്യേക സാഹചര്യത്തിൽ മേലോട്ട് നോക്കേണ്ടതുണ്ടാകും, ആ മഫ്ഹൂമിൽ തന്നെ കിട്ടൂലേ. അതാണ് വഅമ്മാ ഫീ ഹാലി തഹദ്ദുസി, സംസാരത്തിന്റെ നിലയിൽ യുക്സിറു നദറ ഇലസ്സമ, ആകാശത്തിലേക്ക് നോക്കൽ കൂടുതലുണ്ടാകും. കമാ വറദ ഫീ സുനൻ അബീ ദാവൂദ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ജലസ യതഹദ്ദസു, സംസാരിക്കാൻ വേണ്ടി ഇരുന്നാൽ യുക്സിറു അൻ യർഫഅ തർഫഹു ഇലസ്സമാ, മേലോട്ടേക്ക് നോക്കലി വർദ്ധിപ്പിക്കും. ഇനി ജുല്ലു നദരിഹി അൽ മുലാഹലത്തു, തങ്ങളെ അധിക നോട്ടം മുലാഹല. മുലാഹല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ണിന് ഈ ഭാഗത്തിന് ലിഹാല് എന്ന് പറയും, പുറത്തേക്കുള്ള ഭാഗം. മൂക്കിനോട് അടുത്ത ഭാഗത്തിന് പീളക്കോയി എന്ന് പറയുന്ന മൂക്ക് എന്ന് പറയുന്നത്, മൂക്കല്ല മൂക്ക്. അപ്പൊ രണ്ടിന്റെ രണ്ട് തെറപ്പുണ്ടാവും. അപ്പൊ മുലാഹല എന്ന് പറഞ്ഞാൽ എന്താക്കും, ഇങ്ങനെ ഈ കണ്ണോട്ട് നോക്കലും. അതാ ഖാലൽ അല്ലാമത്തുൽ മനാവി റളിയല്ലാഹു അൻഹു ഫീ ശർഹിൽ പറയുന്നത്, വൽ മുറാദു അന്ന അക്സറ നദരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗൈരി അവാനിൽ ഖിതാബി, ഖിതാബിന്റെ നേരത്തല്ല അങ്ങനെയുള്ളത്, അൽ മുലാഹല. അതായത് ഒരു വിഷയത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ കണ്ണുകൊണ്ട് അത്ര കുറച്ചേ നോക്കുള്ളൂ. എപ്പോൾ ഖിതാബിന്റെ നേരത്തെ മുഖാത്തബിനെയല്ലേ നോക്കണ്ടേ? ആ അതാ വൽ മുലാഹലത്ത് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ലഹാദ് കൊണ്ട് നോക്കലാണ്. ലിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? സദുകളാണ് ഈ കായനെറ്റി എന്ന് പറയുമ്പോൾ ചുരുക്കത്തിൽ പുറത്തേക്കുള്ളത്, ഈ ഭാഗം കൊണ്ട് നോക്കല്. വമ്മല്ലത് എലില്ലംഫ, അത് നേരെ ഓപ്പോസിറ്റ്, മൂക്കിന്റെ ഭാഗത്തേക്ക് അടുത്തത് ഫൽ മൂക്കു വൽ മാക്കു, മൂക്ക് എന്നും പറയും മാക്ക് എന്നും പറയും. അതിനെ പീളപ്പോയി എന്ന് പറയും. അവിടെ അല്ലേ മരുന്നും ഇതൊക്കെ കെട്ടിക്കിടക്കൂലേ. യസൂഖു അസ്ഹാബഹു, അസ്ഹാബിമാരെ തെളിക്കലാണ് എന്ന് പറഞ്ഞാൽ അസ്ഹാബിമാരെ മുമ്പിലായിരിക്കും നഷ്ടം. അസ്ഹാബിമാരെ മുമ്പിലാണ്. കാത എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്നിട്ട് നയിക്കുന്നതിന് എന്താ പറയും? കാത. ബേക്കിൽ നിന്നിട്ട് തെളിക്കുന്നതിന് എന്താ പറയല്? സാക്ക. അപ്പൊ അസ്ഹാബിമാരെ മുന്നിലാക്കി തങ്ങൾ ബേക്കിൽ നടക്കും. 3 വൽ മഅന അന്നഹു യുഖദ്ദിമു അസ്ഹാബഹു ബൈന യദൈഹി, അസ്ഹാബിമാരെ മുമ്പിൽ നടത്തിയിട്ട് വയംശി ഖൽഫഹും, പിന്നിൽ ഇവരെ
ശ്രദ്ധിക്കലാണ്. എന്താ അവിടെ സംഭവിക്കുന്നുണ്ടോ, അവർ നടത്തത്തിന് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നോക്കാൻ കഴിയും. ലിയർആഹും, അതിന് അവരെ നിയന്ത്രിക്കാനും വയസ്തബിദ ഹാലഹും, അവരെ വിഷയങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ബേക്കിൽ. വയുഈനു ദുഅഫാഅഹും, അതുപോലെ നടക്കാൻ കഴിയാത്ത പാപങ്ങൾ ഉണ്ടാവുമല്ലോ, അവരെ സഹായിക്കാനും. അല്ലെങ്കിൽ നേതാവ് മുമ്പിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ആരും അറിയുന്നില്ല. മറ്റൊരു കാരണം വലിയ മലായിക്കത്തി ഖൽഫഹു, തങ്ങളെ പിന്നിൽ മലായിക്കത്തുണ്ട്. ആ മലായിക്കത്തിന് തങ്ങളെ ലഹറ് വിഞ്ഞു കൊടുക്കലാണ്. അതാ ഭരതഞ്ചിയിലും പറഞ്ഞത്. അതെന്താ? കമാ റവത് ആരിമിയു ബിസ്നാദിൻ സഹീഹിൻ. അപ്പോൾ എന്തായിന്നറിയോ, അസ്ഹാബിമാരെ മുന്നിൽ നടത്തിയതിൻ്റെ അഖിലിയായ കാരണങ്ങളാണ് മൂപ്പർ പറഞ്ഞത്. ഇത് ലിയർആഹും വയഖ്തബിറ ഹാലഹും വയുഈന ദുഅഫാഅഹും. ഇനി ലഹർ ഒഴിഞ്ഞു കൊടുക്കാനാണെന്ന് നഖലിയാ ദലീലാണ്. കമാ റവത് ദാരിമിയു ബിസ്നാദിൻ സഹീഹിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖല്ലു ലഹരി ലിൽ മലായിക, എൻ്റെ ലഹർ ഒഴിച്ചിട്ട് മലായികത്തിന് വേണ്ടി. അപ്പൊ അസ്ഹാബിമാർ മുന്നിലുണ്ടാകും, നടുവിൽ തങ്ങളുണ്ടാകും, ബേക്കിൽ മലായികത്തുണ്ടാകും. وأخرج الإمام أحمد عن جابر رضي الله عنه قال كان أصحاب النبي صلى الله عليه وسلم يمشون أمامه, മുമ്പിൽ നടത്തും. വയദഊന ലഹറഹു ലിൽ മലായിക, മലായികത്തിന് വേണ്ടി പിൻഭാഗം ഒഴിച്ചിടും. അല്ലേ? അതെന്താ? ഖാല ഇമാമുന അൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഇന്നമാ തഖദ്ദമഹും, ഒന്ന് ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലൊരു കോളുണ്ടാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് ക്ഷണിച്ചല്ലേ, അവിടെ തങ്ങൾ മുന്നിലാവില്ല. അതെന്തിനാ? ജാബിർ തങ്ങൾക്ക് പകരം വീട്ടുകാരനായി ക്ഷണിക്കുന്ന ആളാരാണ്? തങ്ങളാണ്, അല്ലേ? അപ്പൊ വീട്ടുകാരൻ മുന്നേ നടന്നിട്ട് ആളെന്താക്കണം, ബിരുന്നുകാരനെ കയറ്റണോ, ഉസ്താദ് കയറ് എന്നിട്ട് വേറെ അറിയിക്കാറില്ലല്ലോ, സലാം കയറ് കയറ്, അല്ല നിങ്ങൾ അധികം കയറ് അല്ലല്ല. അപ്പൊ ഓന്റെ പേർക്ക് ഞാൻ വാഞ്ഞു കയറുണ്ട്. ചിലപ്പോ ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടേന്ന് കിട്ടാൻ ഞാൻ പെണ്ണുങ്ങളാക്കാൻ തല്ലും കിട്ടും. ഞാനാണ് തല്ലണ്ടി വന്നു. കയറി 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 എന്താക്കി അറിയില്ലോളം കയറി. ഞാനവിടെന്നെന്തോ കിട്ടാൻ നോക്കിയത്. അവൻ ആരാൻ്റെ പേർക്ക് ഞാൻ കയറുണ്ടെന്ന് വെച്ചിട്ട് നല്ല തല്ലം കൊടുത്തു. നോക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ കയറ്റിയെന്ന്. അപ്പൊ പരക്കാരൻ ആദ്യം കയറിയിട്ട് ഭാഗത്തോട്ട് ക്ഷണിച്ചിരുന്ന ഈ തല്ലു കിട്ടുമോ? ഞാൻ വിചാരിച്ച ആരാണോ അറിയിലേക്ക് പാഞ്ഞു കയറിയെന്നാന്ന്. സംഗതി മനസ്സിലായി. സാധാരണ നടത്തത്തിന്റെ കോലായി പറഞ്ഞത്, ഒരു വീട്ടിലേക്ക് തൽക്കാലത്തിന് പോകുമ്പോ ആരാദ്യം കയറണം? പരക്കാരൻ കയറിയിട്ട് ഓനെ കയറ്റണം, ഓനോട് താഴ്ന്നു ജയിച്ച്. ഞാൻ പുറത്തു വെക്കാം, ഉസ്താദ് എന്റെ അറിയി കയറിക്കോന്ന് പറഞ്ഞാൽ ഉള്ളി പെണ്ണുങ്ങളുണ്ടെങ്കിൽ നല്ല ചുട്ട തല്ല് കിട്ടിയാൽ പെണ്ണുങ്ങളെ ചോദിക്കാൻ പാടില്ല. അതാ വൈന്നമാ തഖദ്ദമഹുമായി തഖദ്ദമ അസ്ഹാബഹു ഫീ ഖിസ്സത്തി ജാബിർ യൗമൽ ഖന്ദഖി. ഖന്ദഖിന്റെ ദിവസത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു സൽക്കാരാക്കിയ പദ്ധതി പറഞ്ഞില്ലേ, അവിടെ തങ്ങൾ മുമ്പിൽ നടന്നത് ലിയന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅാഹും ഇലൈഹി. ജാബിർ തങ്ങളല്ല സഹാബിമാരെ ക്ഷണിക്കുന്നത്. ജാബിർ തങ്ങളെ അനുവാദപ്രകാരം എന്താക്കി? തങ്ങൾ ക്ഷണിച്ചു. അപ്പൊ സഹാബിമാർ തങ്ങളെ പിന്നിൽ വന്നു. അതുപോലെ സാഹിബി തആമി ഇദാ ദഅാ തായിഫതൻ യംശി അമാമഹും, ഒരു തആമിന്റെ ഉടമ ഒരു തായിഫത്തിനെ ക്ഷണിച്ചാൽ അയാൾ മുന്നേ നടക്കണം. അസമാരെ പിന്നിൽ അത് നമുക്ക് എന്താക്കേണ്ടത്? നമുക്ക് കളിവാക്കാൻ പറ്റില്ലല്ലോ. ആദ്യം പഠിച്ചിട്ടുണ്ടാകണം. നമ്മ അനുസരിച്ച് പ്രവർത്തിക്കുക. പ്രവർത്തനം അതായത് ചെരുപ്പിനൊപ്പിച്ച കാലം മുറിക്കിയ പരിപാടിയില്ല, കാലിനൊപ്പിച്ച ചെരുപ്പായിക്കോളാം. അടുത്ത വിഷയം എന്നല്ല അടുത്തുള്ളത്. അവിടെ എന്നുണ്ട്, രണ്ടും അർത്ഥം തന്നെ. മൻ ലഖിയ, ആരാണ് കണ്ടുമുട്ടിയത്? തങ്ങൾ സലാം കൊണ്ടുകൊടുക്കുന്നത്, ഇങ്ങോട്ട് ചെല്ലട്ടെ എന്ന് വെക്കലല്ല. അപ്പം ചോദിക്കും, ചിലത് ചെല്ലുന്നില്ല, അവൻ മടക്കൂല എന്ന് വിചാരിച്ചിട്ട് മടക്കിയാൽ മടക്കലുണ്ടാവില്ല. അപ്പൊ ചെല്ലിയിട്ടെന്തിന് ബാലുണ്ടാക്കുന്നത്? മടക്കുന്ന ബോധ്യപ്പെടുന്നൊക്കെ അങ്ങോട്ട് ചെല്ലിക്കൂട. ചില ഓരക്കന്മാർ വരും, അവസാനം ഇങ്ങനെ നിൽക്കൂ, സലാം നിങ്ങൾ ചെല്ലണോ ഞാൻ തരണോ എന്ന്. അപ്പൊ യബ്ദുറു എന്ന് പറഞ്ഞാൽ തങ്ങളെന്താക്കും? അതിലേക്ക് മുന്നിട്ട് വരും.
والمعنى أنه صلى الله عليه وسلم يبادر ويسبق من لقيه من أمته. ഉമ്മത്തിൽ നിന്ന് തങ്ങൾ ആരെയാണോ കണ്ടുമുട്ടുന്നത് അവരൊക്കെ തങ്ങൾ കാലെ കൂട്ടിയിട്ടുണ്ടാക്കും തസ്ലീമി തഹിയ്യ, തഹിയ്യത്തിന്റെ സലാം തങ്ങൾ തുടങ്ങലാണ്. അപ്പൊ വയബ്ദഉ ബിസ്സലാമി എന്ന് പറയുന്ന അർത്ഥം തന്നെ. ഇന്ന് സലാം ചെല്ലലും മടക്കലും ശരിയാണ്. സലാം ചെല്ലി സലാം മടക്കല്ലോ എവിടെ വാരിതേണ്ടത്? അത് ഫുലാനിബിനെ ഫുലാൻ ചെയ്യുന്നു. എന്നാ പിന്നെ ഓന്റെ കിതാബ് എടുത്തിട്ടുവാ, നമുക്ക് സിലബസ് വേറെ ഉണ്ടാക്കാം. അന്ന് ഒരു ചെറിയ ഒരു സബ്ജക്റ്റ് മുപ്പതാട് തീർച്ചു. ഇനി സിഫാത്തു ആദബിഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസല്ലം ഫീ മൻതിഖിഹി വസുകൂതിഹി, സംസാരം അതുപോലെ സംസാരം നിർത്തലി സുകൂത്ത്, ഇതിന്റെ ആദാബിനെ കുറിച്ചാണ് പറയുന്നത്. ഖാലൽ ഹസൻ, അല്ല നമ്മുടെ ഭാവിയെ മറക്കാൻ പാടില്ല. ഹസൻ റളിയല്ലാഹു അൻഹു തുടരുന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു. ഇപ്പൊ ശരീരത്തിന്റെ ബർദ് മൊത്തത്തിലൊന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ കാരണവരോട് ചോദിച്ച് സിഫ്ലി മൻതിഖ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ സംസാരത്തിനെ പറ്റി ഒന്ന് പറഞ്ഞതാണ്. എന്നുവെച്ചാലോ അതായത് എന്താണ് സംസാരിക്കൽ എന്നല്ല, സംസാരിക്കുമ്പോഴുള്ള ആദാബ ചോദിക്കുന്നു. എന്ത് സംസാരിച്ചോ വെച്ചാൽ പലതും പറയാനുണ്ടാവുമല്ലോ. അതാണ് ആദാബിഹി ഫി മൻതിഖി വആദാബിഹി ഫി സുകൂതിഹി. അത് എഴുന്ന് കിട്ടി. കമാദല്ലാലിഹിൽ ജവാബുല്ലാത്തി, ശേഷം പറഞ്ഞ ഉത്തരം ചോദ്യമൊക്കെ ഉണ്ട്. ഉത്തരം പറയുമ്പോൾ ആദാബേ പറയുന്നുള്ളൂ, എന്ത് സംസാരിച്ചു എന്ന് പറയുന്നില്ല. ഫഖാല, അപ്പോൾ ഇക്കാക്ക ഉത്തരം പറഞ്ഞു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസിലൽ അഹ്സാൻ, എപ്പോഴും ദുഃഖം, അതായത് അമിതമായ സന്തോഷപ്രകടനം, അതായത് ഹുസ്നുണ്ടല്ലോ, അത് ഒന്നിന്റെ പിറകെ വലിയാണ്. എന്തിനാണത്? ദുനിയാവ് ഓർത്തിട്ടൊന്നുമല്ല, വമ്പിച്ചൊരു ഉത്തരവാദിത്തം അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായി നിർവഹിച്ചണോ എന്ന വിഷയത്തിലുള്ള മനസ്സിന്റെ പേടി, ഉമ്മത്ത് എന്തെങ്കിലും ആയിപ്പോകോ എന്നുള്ള പേടി. അസീസുൻ അലൈഹി മാ അനീതും എന്നല്ലേ, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ തങ്ങളെ മനസ്സ് സഹിക്കൂല. അത് അതിന്റെ കാരണങ്ങളൊക്കെ പറയുന്നതാ. ലം യകുൻ ഹുസ്നുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അജ്ലി ഉമൂരി ദുനിയ, ദുനിയാവിന്റെ കാര്യങ്ങൾ ഓർത്തിട്ടല്ല തങ്ങളെ ഹുസ്നി. വഇന്നമാ കാനത് തതവാറദുൽ അഹ്സാനു ലിഅസ്ബാബി മുതഅദ്ദിദ, പല കാരണങ്ങളാലും തങ്ങൾക്ക് ഹുസ്ൻ എന്താകും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കും. തർജിഉ ഇലാ ദീനില്ലാഹി തആല, ഒന്ന് അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങും. ആ കാരണങ്ങൾ നീ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ആയിട്ടുണ്ടോ? അള്ളാഹു കൽപ്പിച്ച ബല്ലിഗ് മാ ഉൻസില ഇലൈക എന്ന് പറഞ്ഞ മാതിരി പൂർണ്ണമായിട്ടുണ്ടോ? അതിനെ പറ്റിയുള്ള ഖൗഫ്. പിന്നെ വശഫഖതി അലാ ഖൽഖില്ലാഹി തആല, അള്ളാഹുവിന്റെ പടപ്പുകളുടെ മേലിലുള്ള കാരുണ്യം കൊണ്ടുള്ള ദുഃഖം. وإنما كانت الآيات تنزل في تسلية، ولذا كانت الآيات تنزل في تسليته صلى الله عليه وسلم, മനസ്സമാധാനിപ്പിക്കാനുള്ള ധാരാളം ആയത്തുകൾ ഖുർആനിൽ ഇറങ്ങിയിട്ട് കാണാം. വതഖ്ഫീഫി ശിദ്ദത്തിൽ അസാ അൻഹു, ദുഃഖത്തിന്റെ കാഠിന്യം ലഘൂകരിക്കാൻ വേണ്ടി എന്താക്കും, പല ആയത്തുകൾ ഇറങ്ങും. ഫലാ യഹ്സുൻക ഖൗലുഹും വലാ തഹ്സൻ അലൈഹിം വലാ തഖുൽ ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ. കണ്ടോ? അതിൽപ്പെട്ട ചിലത് കേട്ടോ. ഹുസ്നുഹു അലല്ലദീന ലം യുഅ്മിനൂ ബിമാ ജാഅ ബിഹി മിനൽ ഹുദാ, തങ്ങൾ ഹിദായത്തിനാൽ കൊണ്ടുവന്ന ഒന്നുകൊണ്ട് വിശ്വസിക്കാത്തവരുടെ കാര്യത്തിൽ ദുഃഖം. അവരിങ്ങനെ ആയിപ്പോയല്ലോ. വഖദ് തബയ്യന ലഹുമുൽ ഹഖ്, എത്തരത്തിലാ വിശ്വസിക്കാത്തത്, അവർക്ക് ഹക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. എന്തിട്ടും മുആനിദീന വ മുആരിദീന, തങ്ങളോട് എന്താക്കും മറക്കട മുഷ്ടിയും മത്സര ബുദ്ധിയും കൊണ്ടാണ് അവർ പിന്തിരിയുന്നത്. കാര്യം തിരിയായിട്ടല്ല. فكان ذلك مما يشق عليه صلى الله عليه وسلم ويحزنه صلى الله عليه وسلم, അത് സ്വാഭാവികമായി മശക്കത്തും ദുഃഖം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഹത്താ അൻസലല്ലാഹു തആല ഫീ ദാലിക, ആ വിഷയത്തിൽ അല്ലാഹു തആല ഖൗലുഹു ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനൂ മുഅ്മിനീൻ,
അവർ മുഅ്മിനീങ്ങളാകാതിരിക്കൽ എന്നുള്ളത് ഓർത്തിട്ട് തങ്ങള് നഫ്സ് തന്നെ കേടുവരുത്തി കളയുകയാണ്. അതായത് ദുഃഖം ശരീരത്തിന് ഹാനികരമായി ബാധിക്കുന്ന രൂപത്തിലായിട്ടുണ്ടെന്ന് അത്രത്തോളം മനസ്സിലാക്കണം. وَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَىٰ آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَٰذَا الْحَدِيثِ أَسَفًا. ഇവർ വിശ്വസിക്കാത്തതുകൊണ്ട് തങ്ങൾക്ക് ദുഃഖം കൊണ്ട് തങ്ങളുടെ ശരീരം തന്നെ കേടുവരുത്തി കളയോ? അത്രമാത്രം എന്തിനാ ദുഃഖിക്കുന്നു? ആ ദുഃഖത്തിന്റെ കടുപ്പാണ് അസഫൻ തമീസ് അൽ-കഹ്ഫിലല്ലേ ഉദിയാ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇൻ ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. അപ്പോൾ ആത്മാർത്ഥതയുള്ള അധ്യാപകനും ഇതേ സ്വഭാവമുണ്ടാവും. അവർക്ക് പഠിച്ചില്ലല്ലോ, അവർക്ക് തിരിഞ്ഞില്ലല്ലോ, അവർക്ക് ഇന്ത്യ വയ്ക്കായില്ലല്ലോ, എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവില്ല. എന്നിട്ട് പറയുന്നത് ഇവർ വിശ്വസിക്കാൻ മാത്രമുള്ള ഒരായത്ത് ദൃഷ്ടാന്തം ഇവർക്ക് ഇറങ്ങിയാൽ വിശ്വസിക്കേണ്ട നിർബന്ധിതരായി വരും. പക്ഷിപ്പെട്ട് ഇറക്കിയാൽ ഇഖ്തിയാരിയ ഈമാൻ ഉണ്ടാവില്ലല്ലോ. അതാണ് ഇന്ന ശഅനുനസ്സിൽ അലൈഹിം മിനസ് സമാഇ ആയ ഫളല്ലത് അഅനാകുഹും ലഹാ ഖാദിഈൻ. അല്ലാഹു പറയും, നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ ആകാശത്തിൽ നിന്ന് ഒരായത്ത്, ഒരു ദൃഷ്ടാന്തം ഇറക്കും എന്താകുന്നറിയോ? ഓരോ കേട്ടെല്ലാം താണ് ഓർ കുമ്പിടുന്നവരായിട്ട് കീഴ്പ്പെടുന്നവരായിട്ട് വരും. അപ്പൊ എന്താവും? ഇൽത്തിറാരിയായിട്ട് വരും. ഇൽത്തിറാരി ഏമാൻ കൊണ്ട് കാര്യമില്ലല്ലോ. ഇനി ഓരോ കാരണങ്ങൾ പറയട്ടെ. وقوله تعالى ومن كفر فلا يحزنك كفره. ആരെങ്കിലും അവിശ്വസിക്കുകയാണെങ്കിൽ അവർ കുഫർ തങ്ങളെ ദുഃഖത്തിലാക്കല്ല നബിയേ. ഇലൈനാ മർജിഉഹും ഫനുനബ്ബിഉഹും ബിമാ അമിലൂ. നമ്മളിലേക്കല്ലേ മടങ്ങേണ്ടത്. അന്നേരം അവർ തങ്ങളെ കളവാക്കിയതിന്റെ പ്രതിഫലം നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം. فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. തങ്ങളെ നഫ്സ് നഷ്ടപ്പെടുത്തി കളയണ്ട ഓരോ മേലെ ദുഃഖിച്ചിട്ട്. അന്നേരത്തെ ആദ്യം പറഞ്ഞ ആയത്തിന്റെ ഇതാണ്ട് മായന. അവരെ മേലിലുള്ള ദുഃഖം കാരണത്തെ തടി കളയണ്ട. ولا تحزن عليهم ولا تك في ضيق مما يمكرون. അവർ പല മക്കറുകളും തട്ടിക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ടൊന്നും തങ്ങളുടെ മനസ്സ് ക്ലേശമാകല്ലേ, ദുഃഖിക്കല്ലേ. എന്താണോ അത്? حزنه صلى الله عليه وسلم بسبب خداع المنافقين. മുനാഫിഖീങ്ങൾ ഇങ്ങനെ ചതിക്കും കേട്ടോ. വഇൽഹാരിഹിമുൽ ഇസ്ലാം, ഇസ്ലാമിനെ എന്താക്കും? വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ കള്ളത്തരം മറച്ചു നോക്കാൻ എന്താകും? എല്ലാം കള്ളസത്യം ചെയ്യും, എല്ലാത്തിനും വല്ലാഹി. അപ്പൊ സത്യത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആൾ ഇവർ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ കൂടുതൽ സത്യം ചെയ്തിട്ട് കാര്യം പറയുമ്പോൾ മനസ്സിലാക്കിയിട്ട് പിന്നെ തട്ടിപ്പാണ്. അതുപോലെ വൈബത്താനിഹിമുൽ കുഫർ, കുഫറിയത്തിനെയാണ് അവർ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. വമുസാറഹത്തിഹിം ഫിൽ കുഫർ, കുഫർ കണ്ടാൽ അവർ ചാടിയെടുക്കും. കമാ ഖാല അല്ലാഹു തആല യാ അയ്യുഹർ റസൂലു لا يحزنك الذين يسارعون في الكفر من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم. റസൂലായവരെ എന്ന് വിളിച്ചിട്ടാണ് ലാ യഹ്സുൻക, തങ്ങൾ ദുഃഖത്തിലാക്കരുത്. അല്ലദീന യുസാരിഊന ഫിൽ കുഫർ, കുഫറിലേക്ക് ചാടി വീഴും. കുഫറിന്റെ പരിപാടി ഉണ്ടായ എന്താക്കും? അത് വളരെ വിജയിപ്പിക്കും. ആരിലുണ്ടതിൽ മിനല്ലദീന ഖാലൂ ആമന്നാ, ആമന്നാ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ആ പറച്ചിലെന്താ? അഫ്വാഹിഹിം, അവരുടെ വായ് കൊണ്ട് പറയുന്നേ ഉള്ളൂ. വലം തുഅ്മിൻ ഖുലൂബുഹും, അവരുടെ കൽബ് വിശ്വസിച്ചിട്ടില്ല. അവരായി മുനാഫിഖ്. ومن ذلك حزنه صلى الله عليه وسلم لما يقول فيه أعداؤه من الأقوال الباطلة المتناقضة والأكاذيب المختلفة. തങ്ങളെപ്പറ്റി അവർ അയതാക്കൾ പറഞ്ഞു പരസ്പര വൈരുദ്ധ്യമായ കോല്. ഒരു കൗല് പറഞ്ഞാൽ അതത്തെ കോല് ബാത്തിലാക്കും. ആ കോലത്തിലാ പറയാ. അതുപോലെ കെട്ടിയുണ്ടാക്കിയതായ കളവുകൾ. അവിടെ അകാദീബിൽ മുഖ്തലിഫ എന്ന് പാക കാണുന്നത്
മുഅബന്നൂർ പറയുന്നത് മുഖ്തലിഖാന്ന് കാഫ് വേണമെന്നാണ്. സമൂഹത്തിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കളവുകൾ എന്തുകൊണ്ട് മുഖ്തലിഫ ഫാജാണെങ്കിൽ അതിന്റെ മാന എന്താക്കി അൽ മുത്തനാഖിളാന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. നോക്കിക്കോ എന്തല്ല പറയല് മിൻ അന്നഹു സാഹിർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാഹിറാണ് എന്നൊരിക്കാം, ഔ ഷായിറാണെന്നൊരു പ്രാവശ്യം, മജ്നൂനാണെന്നൊരു പ്രാവശ്യം, ഇങ്ങനെ പലതും കേട്ടോ. വഫീ ദാലിക നസല ഖൗലുഹു തആല ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ. തങ്ങൾ റസൂലാണെന്ന് സമ്മതിക്കാത്ത രീതിയിൽ എന്താക്കി ഷാഹിറാണ് ഷായിറാണ് മജ്നൂനാണെന്ന് പറയുന്നത് തങ്ങൾ ദുഃഖത്തിലാക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഫലാ യഹ്സുൻക ഖൗലുഹും അടയൊക്കപ്പ് ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ എന്ന് ചേർത്തോതി എന്ത് പ്രശ്നം വരും? അവർ പറഞ്ഞ കൗലാണ് ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ എന്നുള്ളത് അവർ പറഞ്ഞ കൗലാണ് എന്നർത്ഥം കിട്ടില്ല. പത്ത് തീർന്ന് ഫലാ യഹ്സുൻക ഖൗലുഹും യാസീൻ സൂറത്ത്. ഇന്ന എന്ന് പറഞ്ഞത് ലാ യഹ്സുൻക നഫിയുടെ തഅലീലാണ്. നഹി നഹി അതാ. ഇനി വഖൗലുഹു തആല വലാ യഹ്സുൻക ഖൗലുഹും ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞു. അവിടെ എന്താ ഖൗലുഹുന്റെ അവിടെ വഖഫ് ഇതാണ് മുഅക്കദൻ. വൽമാന ചുരുക്കത്തെ വിഷയത്തിലേക്ക് മടങ്ങാം. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ദായിമ തഫക്കുർ ഫീ ഉമൂരിൽ ഉമ്മത്തി. ഉമ്മത്തിന്റെ വിഷയത്തിൽ ധാരാളമായി തഫക്കറുള്ളവരാണ്. വമാ യുസ്ലിഹു ശുഊനഹും അവരുടെ കാര്യങ്ങളെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും തങ്ങൾ ശ്രദ്ധിക്കുന്നു. വയുസ്ഇദുഹും ഫിദ്ദുനിയ വൽ ആഖിറ ഇരു വീട്ടിലും അവരുടെ സഹാദത്തിലേക്ക് എത്തിക്കാനുള്ളതും. വമിൻ തമ്മ അതുകൊണ്ട് ലൈസലത്ത് ലഹു റാഹത്തുൻ ഒരിക്കലും തങ്ങൾക്ക് ഒരു വിശ്രമം എന്ന് പറഞ്ഞതില്ല. അതാണ് ഇത് ഹദീസിൽ പറഞ്ഞത് ലൈസത്ത് ലഹു റാഹ അതുകൊണ്ട് സമാപിച്ചില്ലേ. അതാണ് തീർന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത്? സംസാരത്തിനേക്കാണ് സുക്കൂത്താവൂട്. ആ ഹദീസ് കൂടെ പറഞ്ഞ് നിർത്താം. ഇനി ഇബ്രാഹിം ഒപ്പിടലുണ്ടാവും. അത് പിന്നെ ഇവർ അനിവാര്യ നിൽക്കണം. ഒപ്പിടലും രണ്ടും അനിവാര്യമല്ലേ. തവീല സക്തി മൗനം തവീലാണ് എന്നുവെച്ചാൽ കാന തവീല സംതി ലാ യതകല്ലമു ഇല്ലാ ഫീ ഹാജത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയ്യ. ദീനിയായ കാര്യമോ ദുന്യവിയായ കാര്യമോ ഇല്ലാതെ കൊണ്ട് സംസാരിച്ചോടുക്കണം. അങ്ങനത്തെ ഒരു പരിപാടി തീരിലുണ്ടാ. ഈ ഫോൺ വെച്ചാൽ ഓക്കെ എന്നിട്ട് തീർത്താലും മോൻ നിർത്തൂല. ഒരു ഫായിദയുമില്ലാത്ത സംസാരത്തിന് തൊട്ട് തങ്ങളെന്താകും അകന്നു നിൽക്കും, സൂക്ഷിക്കും. ലിഖൗലിഹി തആല വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ലഗ്വിനെ തൊട്ടിട്ട് അവർ അവഗണിക്കുന്നവരാണ്. ലഘുവ് എന്ന് പറഞ്ഞാൽ ദീനിനോ മൈഷത്തിനോ ആവശ്യമില്ലാത്ത എന്തും അഹമായ വാക്കാം. പണ്ടേ നമ്മൾ ഉപ്പാനോട് ചോദിച്ചത് ഈ പുകവലിക്കലി വിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വല്ല ആയത്തോജീസുണ്ടോ? കാരണം ചിലത് സുന്നത്താണ്. സുന്നത്തിന് തെളി പറയുന്നത് ഇന്ന ഫുലാന് ഓരോ നേതാവായി അംഗീകരിച്ച ഒരാൾ മാറി വിൽക്കുമ്പോൾ അതുകൊണ്ട് അത് സുന്നത്താക്കണമെന്ന് മെമ്മാറാണ്. അല്ലെങ്കിലോ അവർ സുന്നത്തിനെതിരെ പ്രവർത്തിച്ചു എന്നെന്താക്കും നേതാവിനെ പറ്റി തോന്നിക്കളയുള്ളൂ. ലഗവിനെ തൊട്ട് അവർ അകന്നു നിൽക്കും, അവഗണിക്കും. ലഗവ് എന്ന് പറഞ്ഞാൽ എന്താ? മഹീഷത്തിനോ ഇതിനോ ആവശ്യമില്ലാത്തത്. അപ്പൊ ബീഡി വലിച്ച ഇല്ല എന്ന് വെച്ചാൽ എന്താവില്ല, മഹീഷത്തൊന്നും ഇവിടെ മുടങ്ങുന്നില്ല. നമ്മ എന്തും ഇവിടെ ഇതുപോലെ മഹീഷത്ത് മുടങ്ങിയിട്ടില്ല, മീനൊട്ട് മുടങ്ങുന്നില്ല. അപ്പൊ ലഘുവായി മഹീഷത്തോ മറ്റേ അതിൻ്റെ കൂടെ തവക്കുപ്പുണ്ടെങ്കിലല്ലേ. അന്നേരം പറഞ്ഞ് അതിന് ന്യായീകരിക്കും
ഇയാൾ തഫക്കുറിൽ ഇങ്ങനെ ചിന്തിച്ചു. അവരുടെ ബുദ്ധി വർദ്ധിക്കുമ്പോലും പിന്നെ വയറ്റിൽ നോവെന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് കവച്ചുമ്പത്ത് തൂറിയാലും മീസാൻ കല്ലും പിടിച്ച് തൂറണം പോലും. മുമ്പൊരാൾ നമുക്ക് 9 ദിവസം യാത്ര ഉണ്ടായിരുന്നു, എനിക്ക് വയറ്റിന്ന് വെച്ചില്ല. എന്താ എനിക്ക് പണ്ടാ മീസാൻ കല്ലും പിടിച്ച് ഇങ്ങനെ ആക്കിയാൽ വയറ്റിന്ന് പോകും. ഇത് കവറ്റും പുറത്ത് പോകണോ? തളിപ്പറമ്പിൽ ചിലക്ക് ചുട്ട അടിയിട്ടീന് അവിടാന്ന് പറഞ്ഞിട്ട് ആ തണ്ണിക്കണ്ട ചേർത്തില്ലേ ആടാ. അപ്പൊ നിങ്ങൾ ഈ പിഞ്ഞാത്തി തോറുകൾ നമുക്ക് പഠിച്ചിട്ടില്ല. അപ്പം വീട് കളിച്ചാൽ ഇങ്ങനെ പറ്റുന്നു തോന്നുന്നു. അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് ഞാൻ പറഞ്ഞ അതിലൊരു യുക്തി പറയാം. ഇങ്ങനെ ഒരു കാറ്റ് വിടുമ്പോൾ താഴേക്ക് ഒരു സ്പർശം വരും, അതുകൊണ്ടായിരിക്കും. അങ്ങനെ വീട് തന്നെ വലിക്കണമെന്നില്ലല്ലോ, വെറുതെ ഊതിയപ്പോലെ ഒരു കോയിലെടുത്തിട്ട് ഊതിയപ്പോലെ. അപ്പൊ വീടിനെ ഹുസൂസിയത്തുണ്ടേ എന്നാലോ ശ്വാസകോശത്തിൽ പുക കെട്ടിക്കിടക്കും. നീ പോയെന്നിട്ട് ആവശ്യം കഴിയും. ഇനി وقد قال صلى الله عليه وسلم من حسن إسلام المرء تركه ما لا يعنيه. ഒരു മനുഷ്യൻ നല്ല പൂർണ്ണമായ മുസ്ലിമായി എന്നതിൻ്റെ തെളിവെന്താണ്? മാലായ അനിയായ കാര്യം ഉപേക്ഷിക്കും എന്നുള്ളതാണ്. അപ്പം അൽ മാന അന്നഹു കലാമുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മഹഫൂഫൻ ബിദിക്രില്ലാഹി തആല ബദ്അൻ വൻതിഹാഅൻ. തങ്ങളുടെ സംസാരം അള്ളാഹുവിന്റെ ദിക്റോട് പൊതിഞ്ഞിരിക്കുന്നു, തുടക്കത്തിലും ഒടുക്കത്തിലും. അതാണ് ഏത് ലാ യതകല്ലമു ഫീ ഗൈരി ഹാജത്തിന് ശേഷം നോക്ക് യഫ്തതിഹുൽ കലാമ വയഖ്തതിമുഹു ബിസ്മില്ലാഹി തആല. കലാം തുടങ്ങുമ്പോഴും ബിസ്മി ഉണ്ടാകും, അള്ളാഹിന്റെ ഇസ്മ തീരുമ്പോഴും. ഇനി സംസാരത്തിന്റെ ആദാബ് എന്താ? വയതകല്ലമു ബിജവാമിഇൽ കലീം. വാചകങ്ങൾ ചുരുക്കും, അതോടൊപ്പം തന്നെ വലിയ വിശാലമായ അർത്ഥമുണ്ടാകും. അത് പണ്ടേ അമ്മ പഠിച്ചതല്ലേ, അതുകൊണ്ടാണ് തങ്ങൾ സംസാരിക്കുന്നത്. അതാ ബി കലിമാത്തിൻ ഖലീലത്തിൽ ഹുറൂഫി ജാമിഅത്തിൽ ലിമഹാനിൻ കസീറ. ധാരാളം മാലകളിലടങ്ങിയ അക്ഷരം ചുരുങ്ങിയ കലിമാത്ത സംസാരിക്കുക. ഇനി കലാമുഹു ഫസ്ലുൻ. തങ്ങളെ കലാം എന്താണെന്നറിയോ? ഫസ്ൽ എന്ന് പറഞ്ഞാൽ ഫാസിലും ബൈനൽ ഹഖി വൽ ബാത്തിൽ. ഹക്കും ബാത്തിലും തന്നെ വർദ്ധിച്ചു കേൾക്കുന്ന ആൾക്കത് മനസ്സിലാകും. വമുഫസ്സലുൻ, അതുപോലെ തഫ്സീലായിട്ട് പറയും. ലാ യതദാഖലു ഫീ ബഅദിഹി, ചിലത് പരസ്പരം കൂടിക്കിടക്കൂല. ഒരു മുബ്തദ പറഞ്ഞിട്ട് അടക്കുന്നുണ്ടാക്കുന്നല്ലോ പറഞ്ഞ് സംസാരിച്ചിട്ട് ബഅദിനെ പെരുപ്പിച്ചിട്ട് എന്താക്കും തിരിച്ചിട്ടിട്ടേക്ക് വരുമ്പോൾ ഇടകടന്നപ്പോൾ ജനങ്ങൾക്കൊന്നും ചെയ്യില്ല. വിഷയം മാറിയിട്ട് അങ്ങനത്തെ എവിടെയോ കയറിക്കോ. അതാണ് ലാ യതദാഖലു ഫീ ബിഹൈസു യതലഖാഹു സാമിഉ ബിവുളൂഹിൻ ദൂന ഇൽതിബാസ്. കേൾക്കുന്ന ആൾക്ക് വളരെ വ്യക്തതയോടുകൂടിയും ആശയങ്ങൾ അർത്ഥം കൂടിക്കലരാത്ത രീതിയിലും ഗ്രഹിക്കാൻ സാധിക്കും. അപ്പം ലാ യുക്സിറു, അത് വല്ലാണ്ട് നീട്ടിപ്പറയൂല. ഭയമല്ലോ അങ്ങനെ കേൾക്കുന്ന ആൾക്ക് ഇത് മടിച്ചിട്ടുണ്ടാകുന്നു, നിർത്തി കിട്ടിയാൽ മതിയെന്ന് തോന്നും, അതും ഇല്ല. വലാ യുഖസ്സിറു ഫയഖില്ലു, നന്ന ചുരുക്കിയിട്ട് ഇത് ഒട്ടുമല്ല വേണ്ട പോലെ ആകാതെ അങ്ങനെയുള്ള മധ്യനില. അതല്ല ഫുസൂല വലാ തഖ്സീറ. അതാണ് 5 പറഞ്ഞത്. ഇനി ലൈസ ബിൽ ജാഫി വലൽ മഹീൻ. തങ്ങൾ ജാഫിയല്ല മഹീനും അല്ല എന്ന് പറഞ്ഞില്ലേ? എന്താണ്? ലൈസ ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജാഫിൽ ഖലീലിൽ തബഈ. പ്രകൃതി വല്ലാത്ത കഠിനമായ ആളുണ്ടല്ലോ, അതുകൊണ്ട് ആർക്കും അടുക്കാൻ കഴിയാത്ത. ജാഫ എന്ന് പറഞ്ഞാൽ അകത്തിക്കളയാൻ, ഒരു രൂക്ഷത കൊണ്ട് ആരെയും അടുപ്പിക്കാൻ കഴിയാത്ത രൂപ, അങ്ങനത്തെ അല്ല. അസ്സയ്യിൽ ഖുലുഖ്, സ്വഭാവം മോശമായി. വലൽ മുഹീൻ എന്നാണ് ഉപർ നിബത്ത് കൊടുത്തത്. മഹീൻ എന്നല്ല, മുഹീൻ ഇസ്മഫായിലായിട്ട്. എന്നുവെച്ചാലോ വലബിൽ മുഹീനി ഖൽഖില്ലാഹി തആല, അള്ളാന്റെ സൃഷ്ടികളെ നിസ്സാരപ്പെടുത്തി നിന്ദിക്കുന്ന അവരും ആയിരുന്നില്ല. അല്ലെങ്കിൽ വലാബിൽ മഹീനി എന്ന റിവായത്ത് പ്രകാരം അൽ മുതദ്ദിലിൽ ദലീൽ, എല്ലാത്തിനും ഭയപ്പെട്ടു കൊടുത്തിട്ട് ഇവർക്ക് ഒരു ആശയവുമില്ല, അവർക്കൊരു വ്യക്തിത്വം ഇല്ലാത്ത രീതിയിൽ അതുമല്ല. അപ്പൊ മഹീൻ എന്നും റിവായത്തുണ്ട്, മുഹീൻ എന്നുമുണ്ട്. യുഅല്ലിമു നിഅമത,
അതാ ബൽ ഹുവൽ മുഫഖമുൽ മുഫഖമുൽ മുവഖറുൽ മഅലൂം, അത് നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ യുഅല്ലിമുൻ നിഅമത വഇൻ ദഖത്, നിഅമത്ത് എത്ര ചെറുതായാലും അതിനെ വലുതായി കാണും. അതല്ല ഫഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമു നിഅമല്ലാഹി തആല, അല്ലാഹുവിന്റെ നിഅമത്തിനെ വലുതാക്കും. അൽ കബീറത വസ്സഗീറ, അത് ചെറുതായാലും വലുതായാലും. അൽ-ളാഹിറത വൽ ബാത്തിന, അത് രഹസ്യമായാലും പരസ്യമായാലും. വലാ യദുമ്മു മിൻഹാ ശൈഅൻ, അതിൽപ്പെട്ട ഒന്നിനെയും തങ്ങൾ വിമർശിക്കൂല. കമാ വഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദുമ്മു ദവാഖൻ ഐ മദൂഖൻ, രുചി നോക്കാനുള്ള വസ്തുവിനാണെന്ന് പറയുന്നത്. ദവാഖെന്നോ മദൂഖെന്നോ. മിനൽ മഅ്കൂലാത്തി, ഭക്ഷണത്തിൽ നിന്നോ, അവൽ മശ്റൂബാത്തി, അല്ലെങ്കിൽ പാനീയങ്ങളിൽ നിന്നോ, അല്ലത്തി അബാഹഹ അല്ലാഹു തആല, അല്ലാഹു തആല ഹലാലാക്കിയതാണെങ്കിൽ അതെന്താക്കൂല, വിമർശിക്കൂല. എന്തുകൊണ്ട്? ലിഅന്ന ഫിൽ ജമ്മി കുഫ്റാനൻ നിഅമ, വിമർശിച്ചാൽ നിഅമത്തിനെ കളവാക്കലാണ്. വഹുവ ശഅനുൽ മുത്റഫീനൽ മുതകബ്ബിരീൻ, അത് മുതകബ്ബിരീങ്ങളുടെ ലക്ഷണമാണ്. ഏത് വിഷയത്തിൽ? യുഅല്ലിമുൻ നിഅമത്താന്റെ മർത്തബ പറയുന്നു. കമാ വഅന്നഹു സല്ലല്ലാഹു അലൈഹി ലാ യംദഹു ദവാഖൻ, ഒന്നിനെ അമിതമായ മദ്ഹം പറയൂല. തീരെ മദ്ഹം പറയില്ലെന്നല്ല, അമിതമായി പറഞ്ഞിട്ട് മറ്റുള്ള ആളെ വെറിയുണ്ടാക്കുക, അത് വാങ്ങി കുടിക്കണേനുള്ളൂ. അങ്ങനെ ഉണ്ടല്ല. അപ്പൊ ആശയില്ലാത്ത ആൾക്ക് തിന്നാൻ വേണ്ടി തീറ്റിപ്പിറ്റാത്തതിനെ ആശ്രയിപ്പിക്കുന്ന തരത്തിലുള്ള മദ്ഹ പറയുന്നത്. ആക്ഷേപാർഹമായ തീറ്റിപ്പിരാന്തിന്റെ ആളുകൾക്കുള്ളതാണ്. ഒരു ഭക്ഷണത്തിനങ്ങ് മദ്ഹ ചെയ്തിട്ടുണ്ടാക്കാൻ വർണ്ണിച്ചിട്ട് മറ്റുള്ള ആൾ ആശ്രയിപ്പിക്കുന്നത്, അതും വേണ്ട. അതെല്ലാത്തിനും നടും വസത്ത്. അത് പിന്നെ നിഅമത്തിൽപ്പെട്ട ഒന്നിനെയും തങ്ങൾ വിമർശിക്കൂല. ഗൈറ അന്നഹു ലം യകുൻ യദുമ്മു ദവാഖൻ വലാ യംദഹു, രുചി നോക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ മഅ്കൂലാത്ത് മശ്റൂബാത്തിനെ എന്താക്കൂല, തങ്ങൾ വിമർശിക്കുകയും ചെയ്യൂല, അമിതമായി മദ്ഹം പറയൂല. എന്നതാണ് വലാ തുഗ്ളിബുഹു ദുനിയാ വലാ മാ കാന ലഹാ, ദുനിയാവിനെ തങ്ങൾ ഗളബാക്കൂല. എന്തുകൊണ്ട്? ദുനിയാവിൽ ജീവിക്കേണ്ടതല്ലേ. അല്ലാഹു തആല തൽക്കാലത്തേക്ക് നമുക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി ആക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ ദുനിയാവ് അല്ലാഹുവിനെ തൊട്ട് തെറ്റിക്കുമെങ്കിൽ എന്താക്കും, അത് പറയും. അപ്പോ ദുനിയാവിനെ മോശമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞതാണ് അള്ളാഹുവിന്റെ തരീഖിൽ നിന്ന് തെറ്റിക്കുന്ന തടസ്സം നിൽക്കുന്നതിനാണ് മോശമാക്കി പറഞ്ഞെന്ന് പറയുന്നത്. മുത്തലക്കനല്ലോ, അത് നമ്മളെ ശറഹലിക്കുമ്പോൾ ഓതിയില്ലേ. മാലിനെ എന്താക്കി അള്ളാഹു തആല പുകഴ്ത്തി പറഞ്ഞു, മാലിനെ വിമർശിച്ചു. വരുദ്യ മാല് കൊണ്ട് കളിച്ചിട്ട് എന്താക്കി, ദീനവും ഇല്ല, ദുന്യാവും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നും ഇല്ലാണ്ട് അവസാനം തൂങ്ങിച്ചാർന്ന പരിപാടിയിലേക്ക് വന്നാൽ വിമർശിക്കപ്പെടണം. അല്ലെ ആളെ ചാവെല്ലാം വെച്ച് വാങ്ങുന്ന ആളാണ്. ഹക്ക് വിട്ട് കടന്നാലോ, ഹക്കിനെയും വിട്ട് ബാത്തിലേക്ക് ഒരാൾ ചാഞ്ഞാലോ ഗളിബ, നിങ്ങൾ ദേഷ്യം പിടിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഗളബൻ ലാ യുഖാവിമുഹു ശൈഉൻ, ആ ഗളബിനെ നേരിടാൻ അയാൾക്ക് കഴിയില്ല. വലാ യദ്ഫഉ ഗളബുഹു ശൈഉൻ ഹത്താ യന്തസില ലിൽ ഹഖ് ബിൽ ഹഖ്, ആ ഹക്കായ കാര്യത്തിന് വേണ്ടി ഹക്കായ അള്ളാഹിനെ കൊണ്ട് സഹായം തേടുന്നത് അല്ലാണ്ട് അടക്കാൻ ആളുണ്ടാവില്ല. അതാണ് ലം യുഖം ലിഗളബിഹി ശൈഉൻ ഹത്താ യന്തസില ലഹു. അപ്പൊ വലാ യഗ്ളബു ലിനഫ്സിഹി, തങ്ങളെ നഫ്സിന് വേണ്ടി ദേഷ്യം പിടിക്കൂല. വലാ യന്തസിലു ലഹ, നഫ്സിനെ സഹായിക്കാൻ വേണ്ടി എന്താക്കൂല, ഒന്നും ചെയ്യൂല. ഇനി ഇദാ അശാറ ബികഫിഹി കുല്ലിഹാ, ഇശാറത്താക്കുകയാണെങ്കിൽ കപ്പ് മുഴുവനുമായി കൊണ്ട് ഇശാറത്താക്കും. അതാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അശാറ ഇലാ ശൈഇൻ ഇൻസാനൻ ഔ ഗൈരിഹി, എന്തിലേക്കെങ്കിലും ഇശാറത്താക്കിയാൽ അശാറ ബികഫിഹി കുല്ലിഹാ, കൈകൊണ്ട് തേച്ചും ഇശാറത്ത്. വലാ യഖ്തസിറു അലൽ ഇശാറത്തി ബിബഅദിൽ അസാബിഹി, ബരളിൽ പെട്ടെന്നെടുത്ത് ഇശാറത്താക്കൂല. മറ്റുള്ളതിനെ നിസാരമായി കാണുന്ന മുതകബ്ബിരീങ്ങളുടെ അടയാളമാണത്.
അതാ എല്ലാം കൈകൊണ്ട് കപ്പ് തേച്ചല്ലേ ഇത്. അതെ ആക്കൂല. ഇനി എന്താ പറയുന്നത്? വൈദ തഅജ്ജബ ഖലബഹ എന്നാണ് അടുത്തത്. തങ്ങൾക്ക് വല്ല അത്ഭുതങ്ങളും ഉണ്ടായാൽ കയ്യിലുണ്ടാക്കിയതിനെ മറിക്കും എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം വൈദ തഅജ്ജബ മിൻ അംരിൻ, എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അത്ഭുതമായ ഖലബ കഫ്ഫഹു, കഫിനെ മറിക്കും. കമാ ഹുവ ശഅനു കുല്ല മുതഅജ്ജിബിൻ, എല്ലാ മുതഅജ്ജിബിൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് വിശദീകരണം പറയുന്നുണ്ട്. വൈദ തഹദ്ദസ, വിഷയം പറയുമ്പോൾ ഇത്തസല ബിഹാ വളറബ ബിറാഹതിഹിൽ യുംന ബാത്തിന ഇബ്ഹാമിഹിൽ യുസ്റ. ബാത്തിനേതാണ്? ഉള്ള് അല്ലേ. റാഹത്തിൽ യുംനേതാണ്? വലത്തെ. ബാത്തിന് ഇബ്ഹാമ് തള്ളവരല്. ഇടഭാഗത്തെ തള്ളവരലിന്റെ ബാത്തിന് എന്താക്കും? ഇങ്ങനെ. يعني أنه صلى الله عليه وسلم إذا تحدث اتصل حديثه بكفه اليمنى. ആ സംസാരവും വലത്തെ കൈകൊണ്ടുള്ള ഇഷാറത്ത് എന്താ ഒത്തുവരും. ഏതുപോലെ അനവകാഫിൽ യതീമി ഫിൽ ജന്നത്തി ഹാകദ. അപ്പൊ സംസാരവും ഇഷാറത്തും ഒന്നാകും. അങ്ങനെ ചില ദുആകളിലും ബിദലുണ്ടല്ലോ. മുതലില്ലാന്നോട്ട് ഇങ്ങനെ കൈകൊണ്ടാക്കുന്ന അത് അവതാലികന് തഅ്കീദിൽ കലാമി വ തഖ്വിയതിഹി ഫിൻ നുഫൂസ്. അത് കലാമിന് ഒരു പിന്തുണയാണ്, അത് മനസ്സിൽ ശരിക്ക് ശക്തി പ്രാപിക്കാനും വേണ്ടതാണ്. വ സിയാദതി ഇലാഹിഹി ബി ഇശാറാത്തിൽ കഫി, കയ്യിന്റെ ഇഷാറത്ത് കൊണ്ട് എന്താക്കും? അത് വെളുത്തുപാക്കലുണ്ട്. പിന്നെ അതിന് ബാക്കി നോക്ക്. വളറബ ബിറാഹതിഹിൽ യുംന, വലത്തെ കയ്യിന്റെ റാഹത്തിനും അടിക്കും. ബാത്തിന ഇബ്ഹാമിഹിൽ യുസ്റ, ഇടത്തെ ചുണ്ടം വരും. ബിദാലിക്കൽ ഹദീസ്, ആ പറയുന്ന ഹദീസിന്റെ സംസാരത്തിനെ പ്രത്യേക ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുന്ന ആളെ മനസ്സിന് ഉണ്ടായിത്തീരുന്ന ഒന്നിനെ തൊട്ട് കാക്കാൻ. എന്താണ്? മിനൽ ഫുതൂരി അവിൽ ഗഫലത്തി അനിൽ ഹദീസ്, ഹദീസിനെ തൊട്ട് അശ്രദ്ധയോ അല്ലെങ്കിൽ ഫുതൂറോ വരുന്നത് തടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ. ഇനി എന്തിനോടെങ്കിലും ദേഷ്യം പിടിച്ചാൽ അതങ്ങോട്ട് ഒഴിവാക്കും. അതിൽ തന്നെ ബോണ്ട് പിടിച്ചാൽ അതിന് സംസാരം അതങ്ങ് വിട്ടേൻ. എന്നാ പിന്നെ ഞാൻ കുറച്ചൊക്കെ എല്ലാം പോയി വാഷാഹ, അതിനെ തൊട്ട് മുഖം തിരിക്കും. അതെന്തിനാ? ഇദാ ഗളിബ മിൻ അഹദിൻ അറദ, പിന്നെ സംസാരിക്കൂല. ഫലാ യുഖാബിലുഹു ബിമാ യഖ്തദിഹിൽ ഗളബ്, ഗളബ് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടാകും, ഖൗലോ ഫിഅലോ, അതിന് ഭയപ്പെടൂല. ഇതിനാ ഇംതിസാലൻ ലിഖൗലിഹി സുബ്ഹാനഹു വ തആല വ അഅ്രിദ് അനിൽ ജാഹിലീൻ എന്നാ പറഞ്ഞത്. പല വെറുതെ വിട്ടേ. ഇനി വഇദാ ഫരിഹ, സന്തോഷിച്ചാലോ, ഗല്ല തർഫഹു, എന്താണ്? വലാ യൻദുറു ഇലൈഹി നദറ ശറഹിൻ വഹിർസിൻ, അത്യാഗ്രഹത്തിന്റെ കണ്ണുകൊണ്ട് നോക്കൂല. അതെന്താക്കും? കൂടുതൽ നോക്കിയാൽ എന്താകും? ദുനിയാവിലേക്ക് ക്ഷണിക്കും. നോക്കൂല. എന്തെങ്കിലും സാധനം അത്ഭുതപ്പെടുത്തിയല്ലേ. തങ്ങൾ ചിരിയുടെ ഭൂരിഭാഗവും തബസ്സുമോ, പുഞ്ചിരിയാകുന്നു. ആലിപ്പഴം എന്ന് പറയുന്നില്ലേ, ആലിപ്പഴത്തെ എന്താ സാധനം? വെളുത്തത് ഐസും കട്ട പോലത്തെ. അതുപോലെ എന്താക്കും? അതിനെ ചെറിയ തിളക്കം ഉണ്ടാവും എന്നതുപോലെ ഉണ്ടാകും. തങ്ങൾ ഈ വസ്തുവാകുന്ന അവസരത്തിൽ, അതിൽ തങ്ങളെ പല്ല് വെളിവാകുന്ന അവസരത്തിൽ മിമ്മായതിനെയും മന്ദിക്ക് മിന്നൂപം മുബത്തസമീൻ എന്ന് പറഞ്ഞാൽ ബാലഗഫിൽ നേറാദി വഅദല അൻ ബിവജ്ഹിഹി, അതിലേക്ക് മുഖം തന്നെ തറപ്പിക്കാതെ തിരിഞ്ഞു കളയും. അതാ മുഅ്ളമു ലഹ്കിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ഹുവ തബസ്സുമു. എന്നിട്ട് പറഞ്ഞോ വയഫ്തറു എന്ന് പറഞ്ഞാൽ യദ്ഹകു ലഹകൻ ഹസനൻ കാശിഫൻ അൻ സിന്നിൻ, അല്ല ചിരിക്കുന്ന അവസരത്തിൽ നല്ല ഒരു ചിരി ഉണ്ടാകും, അതിൽ നിന്ന് വെളിപ്പെടും. മിസ്ലു ഹബ്ബിൽ ഗമാമി, ആലിപ്പഴം. ഹബ്ബുൽ ഗമാം എന്ന് പറയുന്നതാ. ഫിൽ ബയാദി വസ്സഫാഇ, അത് നല്ല തെളിമയും വെളുപ്പും ഉണ്ടാകും. ഹബ്ബുൽ ഗമാം എന്ന് പറഞ്ഞാൽ ബറദു, ബറദ ബി ഫത്ഹതൈനി, ബറദ് എന്ന് വായിക്കണം. അല്ലദീ യുശ്ബിഹുൽ ലുഉലു, അത് മുത്തിനോട് സാദൃശ്യം ഉണ്ടാകും.
അപ്പൊ ഫകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തബസ്സമ ബദത് അസ്നാനുഹു ശരീഫ, പുഞ്ചിരിക്കുന്ന അവസരത്തിൽ തങ്ങളെ പല്ല് വെളിപ്പെടും കല്ലുഉലു ഇല്ലാമിഇ, തിളങ്ങുന്ന മുത്തിനെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വരെ പറഞ്ഞു തീർന്നു. ഇനി പറയാമോ സനദൊന്ന് മാറ്റി. ഇതാരാ ചോദിച്ചത്? ഹസൻ റളിയല്ലാഹു അൻഹു ആണ് എന്തായി കേട്ടുവെച്ചത്. അതാ ഖാലൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകതംതുഹാ, ഞാന് കാരണോടെ വക്കുന്ന കേട്ടതെല്ലാം പഠിച്ചവിടെ മറച്ചു വെച്ച്. അനുജനല്ലേ ഹുസൈന്, ഹുസൈനിനോട് പറഞ്ഞിട്ടില്ല, അനിയനോട് പറഞ്ഞു കൊടുക്കില്ലേ? അതാ അൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു സമാനൻ, കുറെ കാലം. എന്നിട്ടോ സുമ്മ ഹദ്ദസു, പിന്നെ അനുജനായ ഹുസൈനോട് പറഞ്ഞു കൊടുത്തു. നോക്കുമ്പോ ഹുസൈൻ എന്നെ കാണാൻ മന്ദിയായിക്കൊക്കെ ചോദിച്ചു പഠിച്ചിട്ടുണ്ട്. അതാ പറയുന്നത് അപ്പൊ അനുജനായ ഹുസൈനെ ഞാൻ കണ്ട് കത് സ്വബക്കനിയിലേക്ക് ചോദിച്ചു പഠിക്കലേക്ക് എന്നെ മുമ്പ് എത്തിയിട്ടുണ്ട്. അപ്പൊ രണ്ടാളും ഇക്കാക്കാനെ തൊട്ടാ പറയുന്നു. ഞാൻ എന്തെല്ലാം ചോദിച്ചു അതെല്ലാം അനുജൻ ഹുസൈന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ടോ ഞാൻ ചോദിക്കാതെ ചില കാര്യം ആദ്യം ചോദിച്ചിട്ടുണ്ട്, ഹുസൈൻ ചോദിച്ചിട്ടുണ്ട്. സംഗതി മനസ്സിലായ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഹുസൈൻ പറഞ്ഞില്ലേ ആരെ തൊട്ട്? ഇക്കാക്കാനെ തൊട്ട്. അപ്പൊ ആദ്യത്തെ ഇവിടം വരെ കേട്ടത് രണ്ടാളും ഇത്തിഫാക്കുണ്ട്. ശേഷം പറയുന്നത് അൽ ഹസൻ അനുജനായ ഹുസൈനെ തൊട്ട് അനിക്കാക്ക. സംഗതി قال العلامة البوجوري فقد روى الحسن عن أخيه الحسين ما رواه الحسين عن أبيه علي وفصار الحسن راويا ما تقدم عن خاله هند بلا واسطة. അപ്പൊ ഇത്ര നേരം പറഞ്ഞത് വാസിത്ത ഇല്ലാതെ ഹസൻ കാരണോറെ തൊട്ടാ പറയുന്നത്. ഇവിടെ എന്താക്കും? വാസിത്ത വന്നു. അത് ചിലപ്പം വാസിത്ത ഉപ്പിയും ഉണ്ടാവും, അലിയാർ തങ്ങളും ഉണ്ടാവും. അതാ അലിയാർ തങ്ങളുണ്ടാവും, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. റിദ്വാനുല്ലാഹി തആല അൻ കുല്ലിഹിം അജ്മഈൻ വമദ്ദനാ ബിമദദിഹിം ആമീൻ. ഇനി അപ്പൊ സനദൊന്ന് മാറി അടുത്ത വിഷയം, തങ്ങൾ വീട്ടിൽ വന്നാൽ എന്തെല്ലാം പണിയെടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇവിടെ വരെ ഇങ്ങനെ എത്തിച്ച് ഒരു പേടിയായിരുന്നു. പേടിക്കേണ്ടതായത് കൊണ്ട് തന്നെ